കേൾക്കാമല്ലോ. നിങ്ങളുടെ വീഡിയോ ഒക്കെ ഓൺ ചെയ്യാം എല്ലാവർക്കും. So before starting the session, the language today I am going to use in is Manglish, because some of the persons are joined who doesn't know Malayalam at all. But it's okay, so I will manage it. There is no other way. So many participants from Integrated Center for Counseling and Psychotherapy, and that is being functioned in the Malappuram district, and Suvarth, and he did his not post-graduation, PhD from Mahatma Gandhi University, School of Behavioral Science. അപ്രതീക്ഷിതമായിട്ടൊരു ദിവസം കണ്ടുകൂട്ടി. അപ്പോൾ ഞങ്ങളുടെ ഒരു ഗുരുനാഥനായ ഒരു ഡോക്ടർ ബേബി ജോൺ സാറുണ്ടായിരുന്നു. ബേബി ജോൺ അദ്ദേഹം ഇന്നില്ല, മരിച്ചുപോയി. കാലിക്കറ്റ് സർവകലാശാലയുടെ മനഃശാസ്ത്ര വിദഗ്ധ മേധാവിയായിരുന്നു അദ്ദേഹം. വളരെ സൗമ്യനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ സൈക്കോ ന്യൂട്രീഷൻ എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹത്തെ കൂടെ ഒന്ന് ഓർമ്മിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ആ പദം ഓർമ്മിച്ചത്. കാരണം അതങ്ങനെ പോകരുതല്ലോ. കാരണം അദ്ദേഹം നല്ലൊരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു, സൈക്കോ ന്യൂട്രീഷൻ എന്നുള്ളത്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച്. ആ ഹോളിസ്റ്റിക് അപ്രോച്ചിലെ കൂടെ നമുക്ക് എങ്ങനെ വെൽനെസ്സിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്ററും കാര്യങ്ങളൊക്കെ അതിന്റെ ഹോമിയോസ്റ്റാസിസ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇത് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഡോക്ടർ സുഹൃത്തിനെ അനുമോദിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം സാധാരണ ഏത് സൈക്കോളജി വിഭാഗക്കാർ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എടുത്ത് കളിക്കാറില്ല. കാരണം അത് ബുദ്ധിമുട്ടാണ് പറഞ്ഞു കളിക്കാൻ. കാരണം ഈവൻ ന്യൂറോളജിസ്റ്റ് തന്നെ സംസാരിക്കുമ്പോൾ മെനി ക്വറീസ് കംസ് ഇൻ ബിറ്റ്വീൻ. പക്ഷെ എന്നാലും സധൈര്യം, ചെറിയ കുട്ടികളാണ് എല്ലാവരും, ഞാൻ അവരെ കണ്ടു, ഞാൻ പല ക്ലാസ്സിലും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ അപ്രീഷിയേറ്റ് all the tens, they are all ദശാവതാരം. Okay, and I appreciate all the great personalities, and they came forward to present the neurotransmitters. And I cannot see who are they. ആരോ നിങ്ങളുടെ വീഡിയോ ഒന്ന് ഓൺ ചെയ്തിട്ടില്ല, എനിക്ക് ആരും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതൊരു സൂം ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഓൺ ചെയ്യാം. അപ്പൊ ആ 10 പേരെയും ഞാൻ ആദ്യം അനുമോദിക്കുന്നു. ഓക്കെ, താങ്ക് യു എന്നൊക്കെ കാണുന്നുണ്ട്. ഇതൊരു സൂം ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. നമ്മുടെ മേനോൻ സാർ ഫ്രം ബോംബെ, യു ജോയിൻ സർ. Okay, you come to the screen, sir, please. Please come to the screen. Yes, please. Video view. Yeah. No. Yeah, I am on the screen. Okay. എല്ലാവർക്കും കാണാം. നമ്മുടെ മേനോൻ സാറാണ്, തൃശ്ശൂരാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം ഈ യോഗയുടെ അനുബന്ധ കാര്യങ്ങളിലൊക്കെ വളരെയധികം സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നോക്ക്, അദ്ദേഹത്തിന്റെ ഏജ് നോക്കണം, നോക്ക്. അപ്പൊ ഈ മനഃശാസ്ത്രം മനഃശാസ്ത്രം പഠിക്കുന്നതിനോ അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നതിനോ ഏജ് ഒന്നും ഒരു ബാധകമല്ല. ഇപ്പൊ നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി തന്നെ വലിയൊരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്, MS യോഗ. ആൻഡ് നമ്മുടെ മേനോൻ സാർ എന്ന് പറയുന്നത് ആയുഷ് മന്ത്രാലയത്തിന്റെ കോഴ്സൊക്കെ നടത്തുന്നതിന്റെ ഡയറക്ടറൊക്കെ കൂടിയാണ്. പക്ഷേ എനിഹൗ സർ, we welcome you on behalf of Yoga Enlightened and Integrated Center for Yoga and this one Counseling and Psychotherapy. So ഞാൻ പറഞ്ഞതുപോലെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് 10 അപ്പൊ നമ്മൾ ഇതിന്റെ വിഷയം കൊടുത്തിരിക്കുന്നത് സൈക്കോ ന്യൂറോ എൻഡോക്രൈൻ ഇമ്മ്യൂണോളജി. അപ്പൊ ആദ്യം അത് മനസ്സിലാക്കണം എന്താണെന്നുള്ളത്. സൈക്കോ ന്യൂറോ എൻഡോക്രൈൻ ഇമ്മ്യൂണോളജി നോക്ക്, അതിലെല്ലാം വരുന്നുണ്ട്. സൈക്കോ അവിടെ വരുന്നത് തന്നെ ദ മൈൻഡ്, സൈക്കോ ദ സൈക്കിക്. Then neuro means our nervous system. Then endo, that is our endocrine system. And all these psychic processes
and the nervous activation, the impulse, and the endocrine secretions are correlated. Pada manasilakkattathu, correlated, and are very much related in improving or balancing the immunity of our body, the immune power of the body. അപ്പൊ അത് ആരാണ്, എന്തുകൊണ്ടുണ്ടാക്കി, അതിന്റെ ആവശ്യം എന്തായിരുന്നു, അതൊന്ന് പഠിക്കണം. രണ്ടാമത് അതിനോട് അനുബന്ധമായിട്ട് നിൽക്കുന്ന വേറൊരു ഹെൽത്ത് മോഡൽ ഉണ്ട്, സല്യൂട്ടോജെനിസിസ്. ഹെറാൾഡ് ആന്റോനോസ്കോയി, അതൊരു മെഡിക്കൽ സോഷ്യോളജിയാണ്. അദ്ദേഹം പറയുന്നത് പലവർക്കും സ്ട്രെസ്സുകളൊക്കെ ഉണ്ടാവും, പക്ഷെ ആ സ്ട്രെസ്സിൽ നിന്നും അതിജീവിക്കുന്നവരുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ വലിയ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ സാധാരണ സൈക്കോളജി പഠിക്കാൻ വരുമ്പോഴല്ലേ, യോഗ പഠിക്കാൻ വരുമ്പോഴും സാധാരണ ഒരു പ്രത്യേക ഒരു ഇതുണ്ട്, ഇദ്ദേഹത്തിന് എന്തോ നിലക്ക് സുഖമില്ല എന്നൊക്കെ നമ്മൾ ധരിക്കുക. അവർ പെർസെപ്ഷൻ ഈസ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ടാണ് ഈ പഠിക്കാൻ വരുന്നതെന്നാണ് പലരുടെയും ധാരണ. ആ ധാരണ ആദ്യം ഒന്ന് മാറണം. നമുക്കത് ഏത് മേഖലയായാലും ശരി. അപ്പോൾ അദ്ദേഹം ഈ സല്യൂട്ടോജെനിസിസിൽ അദ്ദേഹം, ഞാനത് ഓരോന്നോരോന്നായിട്ട് പറയാം. ഇപ്പൊ സൈക്കോ ന്യൂറോ എൻഡോക്രൈൻ ഇമ്മ്യൂണോളജി ആൻഡ് അടുത്തതാണ് നമ്മുടെ സല്യൂട്ടോജെനിസിസ്, ആരോൺഡെ. പിന്നീട് വരുന്നത് സൈക്കോ ന്യൂട്രീഷൻ ആണ്. എന്താണ് സൈക്കോ ന്യൂട്രീഷൻ? ഇതൊക്കെ എങ്ങനെ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഹോമിയോസ്റ്റാസിസ്, ആൻഡ് ദിസ് വേർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, homeostasis. We need homeostasis. Homeostasis a process of keeping equilibrium in the function of the body, irrespective of the system, whatever it is. So everywhere the homeostasis is going on. So we need a process once we get the homeostasis, yes, then we would be able to maintain the bodily functions correctly. അപ്പൊ ആദ്യത്തെ സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി, സല്യൂട്ടോജെനിസിസ്. രണ്ടാമത്തേത് വരുന്നത് സൈക്കോ ന്യൂട്രീഷൻ. പിന്നീട് ആ ടോപ്പിക്കിൽ കൊടുത്തിരിക്കുന്നത് ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റം എന്നാണ്. അത് പ്രത്യേകിച്ചിട്ട് ആ വാക്ക് ഉപയോഗിക്കാൻ കാരണമുണ്ട്, ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റം. ചില ഹാർമോണുകൾ നെർവസിന്റെ ആക്ടിവേഷനെ കൊണ്ട് രക്തത്തിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നവയുണ്ട്. അതിന് ഉദാഹരണമാണ് ഒന്ന് സെറോട്ടോണിൻ, ഓക്സിറ്റോസിനൊക്കെ. കാരണം അത് ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും തമ്മിലുള്ള താതാത്മ്യത്തിലാണ്. ബിക്കോസ് നമ്മൾ സാധാരണ പറയാറുണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ഇതിന്റെ മാസ്റ്റർ ഓഫ് ഗ്ലാൻഡ്. ആക്ച്വലി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് നോട്ട് ദ മാസ്റ്റർ, ദ ഹൈപ്പോതലാമസ് ഈസ് ദ മാസ്റ്റർ. ബിക്കോസ് അതിൽ നിന്ന് രണ്ടും ഉണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഹാർമോണിന്റെയും അതിനെ രണ്ടും ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഹൈപ്പോതലാമസ്. അതൊക്കെ നിങ്ങൾക്കറിയാം, കൂടുതലൊന്നും ഞാൻ പോകുന്നില്ല, പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വെബിനാർ തീരില്ല. And why they are very much so intimated? Because the hypothalamus and this pituitary gland, they are connected with a hook, and that hook is called the nasal infundibulum. അപ്പൊ അവിടെ ഈ ഹൈപ്പോതലാമസിൽ നിന്നുള്ള ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, okay, that gives a stimulation to such hormones. അപ്പൊ ആ ഹാർമോൺസിന്റെയും ന്യൂറോ എൻഡോക്രൈൻ സെൽസ് ഉണ്ട് നമ്മുടെ കംപ്ലീറ്റ് ബോഡിയിൽ. So when we talk about the neurotransmitter endocrine system, the neuroendocrine system is a slight difference, because these neuroendocrine hormones, neural hormones, they are secreted by the stimulation by the electric impulse of certain neurotransmitters that starts from the hypothalamus. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഈ ടോപ്പിക്കിൽ നമ്മൾ വെച്ചിരിക്കുന്നത് നമുക്ക് ഒരു ഹോമിയോസ്റ്റാസിസ് വേണ്ടത് ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റമാണ്. ഇനി എന്തിനാണ് ഇത് നമ്മൾ പഠിക്കുന്നത്, അത് നമ്മൾക്ക് ആദ്യം മനസ്സിലാവണേ. നമ്മുടെ 10 പേരും ഇതിനെ കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലേണിംഗ് ആൻഡ് വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ആൻഡ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇപ്പൊ ഇവിടെ പല മേഖലകളിലെ സൈക്കോളജി നിങ്ങൾ കേട്ടിട്ടുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജി, ദാറ്റ് സൈക്കോളജി. ഇത് സൈക്കോ ബയോളജി അല്ലെങ്കിൽ ബയോളജിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ സൈക്കോളജി. ഈ ബയോളജിക്കൽ സൈക്കോളജി ഓർ സൈക്കോ ബയോളജി, അതിൽ ആ സൈക്കോളജിയുടെ പെർസ്പെക്റ്റീവ്സും വീക്ഷണങ്ങളും ബിഹേവിയറിസും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും സൈക്കോളജി പഠിച്ചവരാണ്. ബിഹേവിയറിസം, ദ ഇനീഷ്യൽ ബിഹേവിയറിസം, പെരുമാറ്റവാദ സിദ്ധാന്തത്തിൽ അവർ മനസ്സെന്നുള്ള കാര്യത്തിൽ വിശ്വസിച്ചിട്ടേ ഇല്ല. പിന്നീട് അതൊക്കെ മാറി.
ഓക്കെ, പിന്നീട് ഇതൊക്കെ മാറി. എല്ലാവരും മൈക്ക് ഓഫ് ആകണം. മൈക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് സംസാരത്തിന്റെ ഫ്ലോ പോയി പോകും. പക്ഷേ ബിഹേവിയറിസത്തിൽ പറയുന്നത് മൈൻഡ് ഈസ് നോട്ട് റീഡബിൾ, ബിക്കോസ് മനസ്സിന്റെ ഒരു നിർവചനം ഇന്ന് വരെ മനഃശാസ്ത്രത്തിന് വരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് പറ്റുന്നില്ല? കാരണം മനസ്സിനെ നമുക്ക് കാണാൻ പറ്റില്ല, മനസ്സിനെ നമുക്ക് തൊടാനും പറ്റൂല. ബട്ട് അതില്ലാതെ നമുക്ക് പറയാനും പറ്റില്ല, അതുണ്ട് എന്താണ്, കാരണം ഇറ്റ് ഈസ് എ സബ്ജക്റ്റീവ് ഫീലിംഗ്. അപ്പൊ അവിടെ ബിഹേവിയറിസത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബിഹേവിയറും ഒബ്സർവബിൾ ബിഹേവിയർ, യു നോ ദാറ്റ് ഒബ്സർവബിൾ ബിഹേവിയർ, വാട്ട് ആർ ദേ? ദ ബിഹേവിയർ വി ഡു ഔട്ട്സൈഡ് ഇൻ ദ ഫോം ഓഫ് ജെസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജസ്, എവരിതിങ്. അപ്പൊ ഇവിടെ നമ്മളിപ്പം ഈ സൈക്കോളജി, ഇവിടെ യോഗ സൈക്കോളജിയും മോഡേൺ സൈക്കോളജിയും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബോഡി ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്. ഈ ബോഡി ലാംഗ്വേജസ് ഒന്നും നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടല്ല കൊണ്ടുവരുന്നത്. എല്ലാവരും വളരെ കൃത്യമായിട്ട് കേൾക്കണം. അത് എവിടെ നിന്നാണ് ഈ ബോഡി ലാംഗ്വേജസ് ഒക്കെ വരുന്നത്? അത് ആദ്യം ആലോചിക്കണം. അതുകൊണ്ട് നമ്മൾ ഓരോന്ന് സംസാരിക്കുമ്പോഴും നമ്മുടെ സംസാരം വളരെ കുറവാണ്. പാരാ ലാംഗ്വേജസും ബോഡി ലാംഗ്വേജസും ആണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ നമ്മൾ കൗൺസിലിങ്ങിന് വരുമ്പോഴോ ആരെങ്കിലും വരുമ്പോഴോ അവരുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ ശരിക്കും നോക്കണം. അപ്പൊ ഇത് എവിടെ നിന്ന് വരുന്നു, എന്തുകൊണ്ടത് കുറഞ്ഞുപോയി, എന്തുകൊണ്ടത് കൂടിപ്പോയി, അതൊക്കെ നമുക്ക് നിരീക്ഷിച്ചിട്ട് എല്ലാ കാര്യങ്ങളോടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു കാര്യം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ഈ ബോഡി ലാംഗ്വേജസ് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ബി അവെയർ ഓഫ് ദാറ്റ്. അവെയർനെസ് ഇല്ലാതെ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ചിലവരുടെ ഹൈപ്പർ ബോഡി ലാംഗ്വേജസ് ഉണ്ടാവും, ചിലവർ വെരി സ്ലോ ഉണ്ടാവും, രണ്ടും മോശമാണ്. അപ്പൊ അത് എങ്ങനെ നേരെ ബാലൻസിലാണോ എന്നുള്ളത് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? we have to improve the purpose of the awareness. What is awareness? അപ്പൊ ആ അവെയർനെസിന്റെ മുകളിലാണ് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഒക്കെ വരുന്നത്. All the mindfulness meditations are coming under the perspective of this mind, this awareness, and awareness is the bridge by which we go for the mindfulness meditation. Look, I am using both Malayalam and English because some of the people, they know English only. I can see their face. So anyhow, so when we talk about this neuroendocrine system, so this purpose, the holistic approach of the today's webinar is specially designed and specially focused upon to keep the neuroendocrine system by the process of psychoneuroimmunology and the psychonutrition as well, and including salutogenesis. This is the subject matter. Okay. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ഈ ബിഹേവിയർ സൈക്കോളജിയിൽ നോക്കുമ്പോൾ അവർ പറയാണ് പല അസുഖങ്ങളുടെയും കാരണം ഒന്ന് ഒബ്സർവബിൾ ബിഹേവിയർ, നമ്മൾ എന്താണോ അത് ചില സമയം സന്തുലിതമാകാതിരിക്കുക. രണ്ടാമത്തത് ഇന്റേണൽ ബിഹേവിയേഴ്സ് ഉണ്ട്, കവറ്റ് ബിഹേവിയേഴ്സ്, അതൊക്കെ ബയോളജിക്കൽ പെർസ്പെക്റ്റീവ്സിൽ വരുന്നതാണ്. അവിടെയാണ് നമ്മുടെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഹൗ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ്. ആൻഡ് ആ ന്യൂറോ transmitters are responsible for our behavior, either internal or external, or attitude, emotions, many things. But neurotransmitters not alone. Avide endocrine glands varum. So the correlated study of neuroendocrine system promotes the purpose by which we will be able to, what would be the process, ഏതിലെ കൂടെ നമുക്ക് ഇതിനെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ നമുക്ക് എത്താൻ പറ്റും. ഓക്കെ. അപ്പൊ അവിടെ ബിഹേവിയർ സൈക്കോളജി പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സൈക്കോബയോളജി പറയുന്നതും, നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ഒന്നുകിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അളവ്, അതിന്റെ there are two processes. One is under activity and other one is the over activity. ഈ രണ്ടും കുഴപ്പമാണ്. അപ്പൊ അതിനെ സന്തുലിതമാണോ അല്ലയോ എന്നുള്ള കാര്യം അല്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് പല അസുഖങ്ങളും കാര്യങ്ങളും വരിക. മെന്റൽ ഡിസോർഡേഴ്സ് ഒക്കെ വരും, ഓക്കെ, ഡിപ്രഷൻ വരും, ADHD വരും എന്നൊക്കെ പറയുന്നു. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്തതാണ്. ഐ എം നോട്ട് ഗോയിങ് പർട്ടിക്കുലർ ഓൺ ദാറ്റ് പോയിന്റ്. അപ്പൊ അത് ഇന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ കുറവുകൊണ്ടോ ആണെന്നും, അല്ലെങ്കിൽ ഈ ഇന്ന ഹാർമോൺസിന്റെ കുറവ് കൂടുതൽ കൊണ്ടാണെന്നൊക്കെ ശാസ്ത്രം കുറെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു പഠനങ്ങൾ പലതിലും ഇന്നും ഉണ്ടാകണത്. കാരണം അത് ഏത് തരത്തിലാണ് അതിനെ നിയന്ത്രിക്കാൻ പറ്റുക, അത് ഡയറ്റ് കൊണ്ടാവോ എക്സർസൈസ് കൊണ്ടാവോ, ദിസ് ആർ ഓൾ ഇറ്റ് ഇൻഫ്ലുവൻസസ് എല്ലാം. ഒന്നും മോശമല്ല, എല്ലാം. പക്ഷെ ഒന്ന് മാത്രം കൊണ്ട് നടക്കില്ല. അതുകൊണ്ട്
ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. ഇറ്റ് ഈസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച്. Okay, so let me go to the slides. Some of slides I have prepared, so you can see the slides. So I will discuss each one of the concept, and you will be able to understand and how to practice them, so that you would be able to make the neuroendocrine system in a balanced state, but through holistic approach. Okay, ഇത് എല്ലാവർക്കും കാണാലോ? ഡോക്ടർ സുവർത്ത് കാണാലോ? ഓക്കെ. അപ്പൊ ഇതാണ് വിഷയം. ഈ 10 പേരെ ഞാൻ ആദ്യമേ അനുമോദിച്ചു. എല്ലാവരും ഇതിലുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഉണ്ടല്ലോ? ബിൻസിക്ക് ഉണ്ടോ ഇതിൽ? ഓക്കെ, വീഡിയോയിലൊക്കെ വരാം. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളെ 10 പേരെയും ഇതിൽ പേരെഴുതാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അനുമോദിക്കും. കാരണം ഇത്ര ഒരു ചെറിയ പ്രായത്തിൽ ഈ ഇങ്ങനെയുള്ള ഒരു വിഷയം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിള്ളേര് കളിയല്ല. ഓക്കെ, അത് എവിടെ ആയി കഴിഞ്ഞാലും നമുക്കിതിന് അറിവുണ്ടോ അറിവില്ലോ എന്നല്ല, നിങ്ങളത് തേടി പിടിച്ചില്ലേ? അതുകൊണ്ട് ഐ കൺഗ്രാജുലേറ്റ് all Jinsi, Noora, Swati, Murshida, Nikla, Binsi, and Salah, and Sandras, and Suhaira, and Fatima Rita. Okay, first I may take the advantages. And ഇത് എങ്ങനെയാണ് നമ്മുടെ ഡോക്ടർ സുവർദിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹം അതിന്റെ അതും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ന്യൂറോൺ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ, ഇവിടെ നമ്മൾ ഈ നെർവസ് സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ അറിയാം, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡും ഉണ്ട്. അപ്പൊ അത് പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്, അതിന് സൊമാറ്റിക് നെർവസ് സിസ്റ്റം, സെൻസറി മോട്ടോറും, ഓട്ടോണമിക് നെർവസ് സിസ്റ്റം, INS, SNS and PNS. അപ്പൊ നമ്മൾ ഇന്ന് വളരെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിലാണ്. കാരണം സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. കാരണം ഈ സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജിയും സൈലറ്റോജെനിസിസും പറയുന്നത് സ്ട്രെസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, യാതൊരു സംശയമില്ല. അതിന് നമുക്ക് എന്ത് വേണം? ഒരു സെൻസ് ഓഫ് കൊഹറൻസ് വേണം. യുക്തിപരമായിട്ടുള്ള ഒരു യോജിപ്പ്, പാരസ്പരിക ബന്ധം പലതും നമ്മൾക്കുള്ളിൽ ഉണ്ടാകും. നമ്മൾ ബന്ധം ചില ലോകമഹായുദ്ധങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഭാഗം അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു ഭാഗം ശരിക്കും വളരുന്നുണ്ട്. അപ്പൊ അവർ മുഴുവൻ പോകുന്നത് ഹെൽത്തിന്റെ മുകളിലേക്കാണ്, ഡിസീസിന്റെ ഭാഗത്തേക്കല്ല. അപ്പൊ ആ ഒരു മോഡലാണ് ഈ സൈക്കോ ന്യൂറോ എൻഡോക്രൈൻ ഇമ്മ്യൂണോളജിയും സൈലറ്റോജെനിസിസും. അപ്പൊ നമ്മളത് ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു സൈക്കോ എഡ്യൂക്കേഷനിൽ നമ്മളത് ഉപയോഗിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം നിങ്ങൾക്ക് അറിയാം. ആണ് ഇത് ഒരു വീഡിയോ പോലെ കൊടുത്തിട്ടുണ്ട് ഞാൻ, ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ന്യൂറോൺസിന്റെ ഇമ്പൾസ്, ഇലക്ട്രിക് ഇമ്പൾസ് വേണം. അപ്പോൾ ശരീരമാസകലം വ്യാപിച്ചിരിക്കുന്നു. ദേ pass the electric impulse throughout the body, whereas the hormones, they directly secrete the hormones into the blood, and that is why they are called endocrine glands. And sometimes what happens, some hormones, they secrete into the blood with the stimulation of some neurotransmitters, and that hormones are called neural hormones. And അതിന് ഭയങ്കരമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളും ശരീരത്തിൽ അത് ചെയ്യുന്നുണ്ട്. അതിൽ സെറാട്ടോണിൻ, ഓക്സിറ്റോസിൻ ഒക്കെ വരാൻ കാരണം അതുകൊണ്ടാണ് സെറാട്ടോണിൻ സംടൈംസ് ഇറ്റ് ഇസ് എ ഹോർമോൺ ആൻഡ് സംടൈംസ് ഇറ്റ് ഇസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ, ആൻഡ് ഓക്സിറ്റോസിൻ ഇസ് ഓൾസോ. ഓക്കെ, ഇതൊക്കെ ഞാനൊന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ കണ്ടില്ല, ഇവിടെ ഓരോ ഈ മൈലിൻ ഷീറ്റ് നമ്മൾ ഇൻസുലേറ്റഡ് മാതിരിയാണ്, ഇൻസുലേഷൻ മാതിരി. അപ്പൊ അതിനിടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് അതാണ് നോട്ട്സ് ഓഫ് റാൻവിയർ. അത് എന്തിനാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ബിക്കോസ് ദ കമ്മ്യൂണിക്കേഷൻ ജംപ്സ് വെരി ഫാസ്റ്റ്ലി. ഓക്കെ, ഇതൊരു വലിയൊരു ചിത്രമാണ്. ഇതൊരു ആക്സന്റെ അവസാനത്തേറ്റവും
ആൻഡ് ഡെൻഡ്രൈറ്റ്സിന്റെ തുടങ്ങുന്ന അറ്റമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്കറിയാം ഇത് ചെറിയ ചെറിയ സഞ്ചിയുണ്ട്. ഈ സഞ്ചിയിൽ നിന്ന് ഏത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണോ അതങ്ങ് പോകും. ഓക്കെ, ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ പോകുന്നത് ഇരിക്കുന്നതും ഒക്കെ ഒരാളുടെ ജനറ്റിക് മേക്കപ്പ് നിങ്ങൾ പഠിച്ച പോലെ കൃത്യമായിട്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബോഡി സ്ട്രക്ചർ, ബോഡി സംതിങ്. ദർ ആർ മെനി അതർ തിങ്സ് കം ഇൻ ബിറ്റ്വീൻ. സോ ദിസ് ഇവിടെ ശരിക്കും അതിന്റെ റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സ് തന്നെ പോകുന്നുള്ളതാണ്, അല്ലാന്നുണ്ടെങ്കിൽ അത് പോകില്ല. എന്നിട്ട് ടാർഗറ്റ് ഏരിയയിൽ എങ്ങനെ പോകും ഇതൊന്ന് കാണിച്ചത് മാത്രം. ഇറ്റ് ഈസ് സൈക്കോ ബയോളജി. വൈ ഇറ്റ് ഈസ് സൈക്കോ ബയോളജി? ഞാൻ എന്തുകൊണ്ടാണ് സൈക്കോ ബയോളജി എന്ന് പറയാൻ കാരണം, ഇതിന്റെ പ്രവാഹത്തിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ സൈക്കിക്ക് എന്തെല്ലോ കുഴപ്പങ്ങൾ വരുന്നുണ്ട്. നല്ലതും വരും, മോശവും വരും. ഓക്കെ, യെസ്. Neuroendocrine system, just I have told you, because some hormones are secreted because of the neuronal impulse, neuronal electrical impulse, and that hypothalamus is responsible for. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെറോട്ടോണിൻ ആൻഡ് ഓക്സിറ്റോസിൻ. ഇനി നമുക്ക് ഇതിന്റെ ഏറ്റക്കുറച്ചുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവും, ബിഹേവിയർ ചേഞ്ച് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ചില മെന്റൽ ഡിസോർഡേഴ്സ് ഒക്കെ വരും എന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ പല പഠനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിലേക്ക് പോയിട്ട് എങ്ങനെയാണ് സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി വർക്ക് ചെയ്യുന്നത്, സ്കിസോഫ്രീനിയ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ടെമ്പറൽ ലോബ്സ് അതൊക്കെ വന്നു. അവിടെ ഈ പറയുന്നുണ്ട് ഡോപ്പമൈൻ, ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഡിക്രീസ്ഡ് ഗ്ലൂട്ടാമേറ്റ്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ പോസിബിൾ എൻഡോക്രൈൻ കൊറിലേഷൻ പ്രൊലാക്റ്റിൻ ലെവലാണ്. കാരണം ഇതിന് ഓരോരോ കൊറിലേഷൻ ഉണ്ട് ഒന്നായിട്ട്. ആൻഡ് ഡിപ്രസീവ് ഡിസോർഡേഴ്സ്, ഓക്കെ, ഡിക്രീസ്ഡ് ലെവൽ ഓഫ് നോറിപ്പിനെഫ്രിൻ, ഡോപ്പമൈൻ, സെറാട്ടോണിൻ ആൻഡ് ഇൻക്രീസ്ഡ് ഗ്ലൂട്ടാമേറ്റ്. അപ്പൊ ഇൻക്രീസ്ഡ് കോർട്ടിസോൾ ലെവൽ ആൻഡ് തൈറോയ്ഡ് ഹാർമോൺസ് ആൻഡ് ഹൈപ്പോസെക്രീഷൻ, ഇൻക്രീസ്ഡ് മെലാറ്റോണിൻ. മെലാറ്റോണിൻ വളരെ ഗംഭീരമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട സാധനമാണ്. അത് കാത്തു സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പലവരുടെ ന്യൂറോ ട്രാൻസ്മിഷന്റെ കാര്യം പോക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നേ ഉള്ളൂ. അതിന് നോബൽ സമ്മാനം കിട്ടിയ 3 മഹാ സയന്റിസ്റ്റുകളുണ്ട്. പക്ഷെ അവരുടെ കോൺട്രിബ്യൂഷൻ കണ്ടിട്ട് പോലും നമ്മളത് പാലിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെയാണ്, രാത്രി ഉറക്കം നേരെ ആയില്ല എന്നുണ്ടെങ്കിൽ ഇന്ന അസുഖങ്ങളൊക്കെ വരുന്ന പറഞ്ഞ് ധരിപ്പിക്കാൻ നമുക്കൊരു ശാസ്ത്രത്തിന്റെ ഭാഷയിൽ നമുക്ക് കഴിവുണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ബുദ്ധിമുട്ടായി പോകും. സോ ഐ ആം കമ്മിങ് ടു ദാറ്റ് പോയിന്റ്. അപ്പോൾ ഇങ്ങനെ ബൈപോളാർ മൂഡ് ഡിസോർഡർ, ഇങ്ങനെ ഞാൻ ഓരോരോ കാര്യത്തിലൊക്കെ ഇതൊക്കെ എൻ്റെ ആധികാരികമായിട്ടുള്ള WHO and DS എന്നൊക്കെ എടുത്ത കാര്യമാണ് കേട്ടോ. ഇതിൽ വേറെ അങ്ങനത്തെ തെറ്റുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതെനിക്ക് എൻ്റെ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു ഭയങ്കരമായിട്ടൊരു ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ നിന്നൊക്കെ എടുത്തിട്ട് വളരെ കൊറിലേറ്റ് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. അപ്പം ബൈപോളർ മൂഡ് ഡിസോർഡർ, കാരണം ICD-യും DS-ഉം ആണല്ലോ ഇതിൻ്റെയൊക്കെ ആധികാരികമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ. അപ്പൊ അവിടെ increased level of norepinephrine, dopamine and acute mania and some indication elevated thyroid. ഇങ്ങനെ കുറച്ച് അസുഖങ്ങൾ മാത്രം ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഓരോന്ന്. പാനിക് ഡിസോർഡർ, അപ്പം ഗാബ ആക്ടിവിറ്റി, എലിവേറ്റഡ് ലെവൽ ഓഫ് തൈറോയ്ഡ് ഹാർമോൺസ്, എനറോക്സിയ നെർവോസ, ഓക്കെ, തിന്നാണ്ട് ഇതിങ്ങനെ മെലിഞ്ഞ് അവസാനം പയ്യന്നൂരിലുള്ള ഒരു ചെറിയ കുട്ടിയെ ഞാൻ അവസാനം കുറെ കൺസൾട്ട് ചെയ്തിട്ട് അവസാനം അവളെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ചിലവർക്ക് ഭയങ്കര കുഴപ്പമാണ്, തിന്നുകയും ചെയ്യില്ല, ഡീഹൈഡ്രേഷൻ ആയി പോകും. ഓക്കെ, അതൊക്കെ ഈ സെറാട്ടോണിൻ ഡോപ്പമൈൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരോ അസുഖങ്ങൾ. ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ അണ്ടർ ആക്ടിവിറ്റി ആൻഡ് ഓവർ ആക്ടിവിറ്റി, കൂടുതൽ കുറവുകൾ രണ്ടും കുഴപ്പമാണ്. അപ്പോൾ ഇതിങ്ങനെ ബാലൻസ് ആണോ അല്ലോ എന്ന് ഇങ്ങനെ തെളിയാം. ബാലൻസ് ആണോ തെളിയുന്ന കാരണം ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഇല്ലാതിരിക്കുക. അതിന്റെ ഉത്തരം അത് തന്നെയാണ്. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞു ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഇല്ലാതിരുന്നുണ്ടെങ്കിൽ അത് ബാലൻസ് സ്റ്റേറ്റിലാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, ഇങ്ങനെയുള്ള കുറച്ച് അസുഖങ്ങളുടെ പേരുകളൊക്കെ ഞാൻ കൊടുക്കുകയും അതിന്റെ കൊറിലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏത് ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അധികമായിട്ട് പ്രവർത്തിക്കുന്നത്, ഏത് ന്യൂറോ ട്രാൻസ്മിറ്ററാണ് കുറവായിട്ട് പ്രവർത്തിക്കുന്നതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതൊക്കെ അസുഖങ്ങൾ വന്നു ഇന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഏറ്റക്കുറച്ചിലാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ആൻഡ് മോസ്റ്റ് ഇവിടെ ഇതിലുള്ളവർ മിക്കവരും സൈക്കോളജി പഠിച്ചവരാണ്, പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അതിൽ കൂടുതലൊന്നും പോവാതെ നമുക്കിതിന്റെ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഈ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ
സൈക്കോ ന്യൂറോ എൻഡോക്രൈൻ ഇമ്മ്യൂണോളജിയാണ്. ഇതൊരു ഹെൽത്ത് മോഡലാണ് കേട്ടോ, ഹെൽത്ത് മോഡൽ. കാരണം ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ന്യൂറോ ഉണ്ട്, എൻഡോക്രൈൻ ഉണ്ട്, ഇമ്മ്യൂണോളജി. ഇതിന്റെ ബന്ധത്തെ അനുബന്ധപ്പെടുത്തിയിട്ടാണ് ഈ PNEA വന്നത്. ആദ്യം PNI മാത്രമേ ഉണ്ടായിരുന്നു. ആദ്യത്തെ മോഡൽ PNA ആണ്. റോബർട്ട് എഡർ ആണ് ഇത് ഉണ്ടാക്കിയത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കാട്രി, യൂണിവേഴ്സിറ്റി ഓഫ് റോസർ മെഡിക്കൽ സെന്റർ, ന്യൂയോർക്ക്. ഓക്കെ. അപ്പൊ ഈ ഓരോരോ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ചെയ്യും സൈക്കോ എന്താണ്, ന്യൂറോ എന്താണ്, എന്താണ്, ഇമ്മ്യൂണോളജി എന്താണ്, ഹൗ അവർ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക്സ്. ഓക്കെ. അപ്പൊ ഈ PNA റിസർച്ചേഴ്സ് ആക്ച്വലി അവരെന്താ, നിങ്ങൾ വായിക്കാം കേട്ടോ, കാരണം ഞാനിത് വായിക്കുന്നതിൽ അർത്ഥമില്ല. യു ഗോ ഓൺ, ഐ വിൽ ഡിസ്കസ് ഇറ്റ്. അപ്പൊ അവര് പറയാണ് നമ്മുടെ ഇമോഷൻസ് ആൻഡ് തോട്ട്സ്, ഓക്കെ, ഇമ്പാക്ട് ദ ബ്രെയിൻ, ഹാർമോൺസ് ആൻഡ് നെർവസ് സിസ്റ്റം. ഉറപ്പാ, അതിന് യാതൊരു സംശയമില്ല. ആൻഡ് അങ്ങനെ ഈ നമ്മുടെ ഇമോഷൻസ് വളരെയധികം, പ്രത്യേകിച്ചിട്ട് ഭയങ്കരമായിട്ട് പലതരം ഇമോഷൻസ് ഉണ്ടല്ലോ, നെഗറ്റീവ് ഇമോഷൻസ് ഒരുപാട്, നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അത് സിസ്റ്റം ആൻഡ് ആൾസോ ദ ഇമ്മ്യൂൺ സിസ്റ്റംസ് എബിലിറ്റി ടു പ്രൊട്ടക്ട് വൺ സെൽഫ്. ഒരു പരിധി വരെ അവർ നോക്കും, ഒരു പരിധി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന്റെ പഠനങ്ങൾ നടത്തുന്ന ഒരു മേഖലയാണ് PNEA. കാരണം എന്തെല്ലാം മാനസിക സംഘർഷങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ഇമോഷൻസിനും അത് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഈ ചേഞ്ചസ് ഇൻ ദ ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം ക്രിയേറ്റ് ചേഞ്ചസ് ഇൻ ദ നെർവസ് സിസ്റ്റം. ഇത് വെരി ഇതാണ് ഇവിടുത്തെ അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ ഏറ്റവും വലിയ. അപ്പോ വിച്ച് ലെറ്റ്സ് ടു ചേഞ്ചസ് ഇൻ ഇമോഷൻസ്. അതാണ്. അപ്പൊ ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് ഹൗ സ്ട്രെസ് ലീഡ്സ് ടു ഇൽനെസ് ആൻഡ് ഹൗ ക്രോണിക് ഇൻഫ്ലമേഷൻ ലെഡ് ടു കാർഡിയോവാസ്കുലർ പ്രോബ്ലം. അപ്പൊ അവിടെ അദ്ദേഹം പറയാണ് ചില അപ്രോച്ചുകൾ, ഹോളിസ്റ്റിക് അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെസ് മാനേജ്മെന്റിനെയും, ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്തായാലും കുഴപ്പമാണ്, എൻഡോക്രൈൻ എല്ലാം കുഴപ്പമാണ്. പക്ഷെ എന്ത് കഴിഞ്ഞാലും അതിന്റെ കൂടെ സൈക്കോ ന്യൂറോ എൻഡോക്രൈൻ ഇമ്മ്യൂണോളജി എന്ന് പറയുമ്പോൾ ചില പ്രാക്ടീസുകളുണ്ട്, ഹോളിസ്റ്റിക് പ്രാക്ടീസസ് ഓർ സൈക്കോളജിക്കൽ പ്രാക്ടീസസ് ദാറ്റ് ഇൻഫ്ലുവൻസസ് ദ സൈക്കി ഇൻ ദ ഡീപ്പസ്റ്റ് ലെവൽ, ഇന്നർ ലെവൽ. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, അതിൽ നിന്ന് കിട്ടുന്ന സൈക്കിക് എനർജി, ആ എനർജി ന്യൂറോ സിസ്റ്റത്തിനെയും അല്ലെങ്കിൽ ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ സന്തുലീകരിക്കാൻ സഹായിക്കുകയും അങ്ങനെ സഹായിക്കുന്നതിലൂടെ നമ്മുടെ ഇമ്മ്യൂൺ പവർ ഒക്കെ, നമ്മൾ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഈ PNA-യുടെ ഒരു സാരാംശം. അപ്പൊ അതിൽ പറയാണ് പ്രയർ, വർഷിപ്പ്, മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ പ്രോസസ്. ആ മെഡിറ്റേഷനിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്നത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനാണ്. ഓക്കെ. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കണം. കാരണം അതിനെ കുറിച്ചിട്ട് വേണമെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് പിന്നീട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇമേജറി ടെക്നിക്ക് ഒക്കെ പഠിക്കണം. അത് ഇമേജറി ടെക്നിക്ക് ഈസ് നോട്ട് ഇമാജിനറി ടെക്നിക്ക്. ഇമാജിനറി ഈസ് സംതിങ് ഡിഫറെന്റ് ആൻഡ് ഇമേജറി ഈസ് സംതിങ് ഡിഫറെന്റ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് എല്ലാ അവയർനെസ്സും. അപ്പോഴതിനെ ജഡ്ജ്മെന്റ് ചെയ്യാതെ ഇരുന്നിട്ട്, ഇപ്പൊ നമ്മളൊരു മെഡിറ്റേഷൻ ഞാൻ ഇവിടെ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന സൈക്കിക് എനർജി, ദാറ്റ് എനർജി വുഡ് ഹെൽപ്പ് ടു മേക്ക് ദ ഹോമിയോസ്റ്റാസിസ് ഓഫ് ദ നെർവസ്, ദ എൻഡോക്രൈൻ, and that will positively influence the immune system. This is the concept. Psychoneuroimmunology. അപ്പൊ ഈ സൈക്കോന്യൂറോ ഇമ്മ്യൂണോളജി വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ സൈക്കോളജിക്കൽ പ്രോസസ് ഒക്കെ വളരെ കൃത്യമായിട്ട് ബാധിക്കുന്ന മേഖല നമ്മൾ ലിംബിക് സിസ്റ്റമാണ്. അത് നിങ്ങൾക്കറിയാം. അമിഗ്ഡല, ഹിപ്പോകാമ്പസ് ആൻഡ് ഹൈപ്പോതലാമസ്, ബാസൽ ഗാംഗ്ലിയ ആൻഡ് സിംഗുലേറ്റ് ജൈറസ് ഒക്കെ. ഓക്കെ. അപ്പൊ ഈ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, ഈ സിംഗുലേറ്റ് ജൈറസ് ഒക്കെ ഉണ്ടല്ലോ, ഇറ്റ് റെസ്പോൺസ് വിത്ത് സർട്ടൻ ജെസ്റ്റേഴ്സ്. അതുകൊണ്ടാണ് ഞാൻ ഈ തൊഴുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ കാണുന്നില്ല, നമ്മളെ ബോഡി ലാംഗ്വേജിലേക്ക് ഒരുപാട് ജെസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ദേഷ്യം വരുമ്പോൾ ജെസ്റ്റേഴ്സ് ഇങ്ങനെ വരും, യൂണിവേഴ്സലായിട്ട് ഇങ്ങനെ വരും. എനിക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എല്ലാവരും കാണുന്നുണ്ടോ? എന്റെ വിരല് കാണുന്നുണ്ടോ? ആരെങ്കിലും ഇങ്ങനെ ദേഷ്യം വരുമ്പോ ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെ ചെയ്യൂ.
അങ്ങനെ ഓരോരു ഇതൊക്കെ ടെക്നിക്കലാണ് സയൻസ്. ഇതുമാതിരി തന്നെ എനിക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനൊരു ഹോളിസ്റ്റിക് അപ്രോച്ചിനെ പറ്റി ഇവിടെ സംസാരിക്കുന്നത്. ബട്ട് ദിസ് സിംഗുലർ ഗൈറസ് ഇറ്റ് റെസ്പോൺസ് വിത്ത് ജെസ്റ്റേഴ്സ്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ യോഗ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നോക്കാം ഇപ്പൊ ഈ കണ്ടിപ്പോ ചിന്മുദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് പലവരും ഇങ്ങനെ വെക്കും. പലവർക്കും ഇത് എന്തിനാ വെക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ഇത് ആക്ച്വലി ഒരു അൺകോൺഷ്യസ് ജെസ്റ്ററാണ്. അൺകോൺഷ്യസ് ജെസ്റ്റർ. ഇത് നമ്മൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസലായിട്ട് ഇങ്ങനെ പറയും. ഇതെല്ലാവരും കാണുന്നുണ്ടല്ലോ. ഓക്കെ, എല്ലാവരും കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇങ്ങനെ പറയും. കാരണം നമ്മൾ ചില ബോഡി ലാംഗ്വേജസ് മാറ്റിയാൽ തന്നെ ബിഹേവിയറിൽ ചേഞ്ച് വരുന്നുള്ളതാണ്. അത് ഈവൻ ABC തിയറി ഉണ്ടല്ലോ, നമ്മുടെ ആരോൺ ബെക്കിന്റെ തിയറി ABC. ഇപ്പൊ ABC എന്ന് പറഞ്ഞാൽ ബിലീഫിൽ ആ ബിലീഫിന്റെ അത് നെഗറ്റീവോ പോസിറ്റീവോ എന്തായി കഴിഞ്ഞാലും പിന്നീട് പറയുന്ന അതിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ് പ്ലസ് ബിഹേവിയർ ആണ്. അഥവാ തോട്ട് അഥവാ മാറ്റാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ആരോൺ ബെക്ക് തന്നെയാണ് പറയാണ്, സംടൈംസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ദ തോട്ട്. ദെൻ വാട്ട് യു ഡു? ദെൻ യു ഗോ ഫോർ ദ ഇമോഷൻസ് പെർസ്പെക്റ്റീവ്സ്. ഇമോഷൻസ് എങ്ങനെ നേരാക്കാൻ നമ്മൾ കണ്ടുപിടിക്കും. അവിടെയാണ് ബിഹേവിയർ ഇന്റർവെൻഷൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, പിന്നെ അതാണെങ്കിൽ നമ്മുടെ ബിഹേവിയർ എന്താണെന്ന് പറഞ്ഞാൽ ആ ബിഹേവിയർ നമ്മൾ പുറത്തേക്ക് എന്തെല്ലോ കാണിക്കുന്നുണ്ട്. അവിടെ ചിലവരുടെ ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റി ഒക്കെ ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും. ഓക്കെ, അതൊക്കെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ അവെയർനെസ് വേണം. അവിടെയാണ് യോഗ സൈക്കോളജിയുടെ മഹാത്മ്യം. അവെയർനെസ്. വിത്തൗട്ട് അവെയർനെസ് വി കോണ്ട് ഡു. So this limbic system, the amygdala is the center of fear and as well as the anger. അപ്പൊ അതൊക്കെ ഈ സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി പെർസ്പെക്റ്റീവ്സിൽ when you do some psychological process or the pranayama process or the breathing processes, ഇവിടെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഈ സൈക്കോളജി പഠിക്കുന്നവർ യോഗയുടെ കൃത്യമായിട്ട് അവർക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞൂടാ. അതാണ് യോഗ പഠിക്കുന്നവർ കൃത്യമായിട്ട് സൈക്കോളജി അറിഞ്ഞൂടാ. ഇതിന്റെ സമയം അതിക്രമിച്ചു എന്നുള്ളതാണ്. ഞാനിപ്പോ നമ്മുടെ ഡോക്ടർ സുവർത്തിന്റെ പേര് ഇന്റഗ്രേറ്റഡ് സുഹൃത്ത് കേൾക്കുന്നുണ്ടല്ലോ. സുഹൃത്ത്, എനിക്ക് വളരെ വാചകം ഇഷ്ടപ്പെട്ടു. ഇന്റഗ്രേറ്റഡ് എന്നുള്ളൊരു വാചകം ഇഷ്ടപ്പെട്ടു. കാരണം ഇന്റഗ്രേഷൻ മാത്രമേ എല്ലാം നടക്കൂ. അതാ ഇന്റഗ്രേറ്റഡ്. ഓക്കെ, അപ്പൊ എന്റെ മേഖല തന്നെ ഇന്റഗ്രേറ്റീവ് സൈക്കോളജിയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഒക്കെ നോക്കണം. കാരണം അത് പറഞ്ഞതുപോലെ ഇവിടെ വെച്ച് പറ്റി കഴിഞ്ഞാൽ അതൊക്കെ നടക്കില്ല. നമ്മളെ കൾച്ചറൽ ബിലീഫ്, കൾച്ചറൽ സംതിങ് എവരിതിങ്, അത് നമ്മളെ സൈക്കോ തെറാപ്പിയിൽ നമ്മുടെ ചില കാര്യങ്ങൾ, ചില മന്ത്രങ്ങളോ ചില കാര്യങ്ങളോ ജസ്റ്റുകളോ തൊഴുതുകളോ അമ്പലത്തിൽ പോവോ പള്ളിയിൽ പോകണം, അതൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. എല്ലാം ബിഹേവിയർ അനാലിസിസ് വരുന്നതാണ്, ബിഹേവിയർ ഇന്റർവെൻഷൻസ് വരുന്നതാണ്. ബിക്കോസ് അവർ കൾച്ചറൽ സെൻസിറ്റിവിറ്റി ആൻഡ് കൾച്ചറൽ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം കണക്കിലെടുക്കണം. ഓക്കെ, അത് ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ഈ ലിംബിക് സിസ്റ്റത്തിൽ തന്നെ ഈ നമ്മുടെ ഈ സൈക്കിക് എനർജി, എന്തെല്ലാം സൈക്കിക് എനർജി നമുക്ക് പല പ്രോസസ്സിലൂടെ കിട്ടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് പ്രാണായാമമാണ്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഡീപ്പ് ബ്രീത്തിങ്. ഡീപ്പ് ബ്രീത്തിങ് എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. കാരണം ഡീപ്പ് ബ്രീത്തിങ്ങിനെ കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം കിട്ടൂല. അത് പലവരും ആരും ഇതുവരെ അതിനെ മാറ്റാൻ ശ്രമിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഡീപ്പ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ, അതാണ് ടേക്ക് എ ഡീപ് ബ്രത്ത് എന്ന് പറയും ആർമിയിലൊക്കെ. പെട്ടെന്ന് ആ ഡീപ് ബ്രത്ത് പറഞ്ഞാൽ നമ്മൾ വളരെ ഫോഴ്സോട് കൂടെ വളരെ ഡീപ്പായിട്ട്, ആ ഡീപ് ബ്രീത്തിങ് അല്ല ബ്രീത്തിങ് പ്രോസസ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഞാനൊരു വലിയൊരു സ്റ്റഡിയും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാം. കാരണം അവിടെ വാഗസ് നെർവസിന്റെ ആക്ടിവേഷൻ എങ്ങനെ നടക്കുന്നു ആൻഡ് ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റം, ഐ വിൽ ടെൽ യു. അതുകൊണ്ട് ഇന്റഗ്രേഷൻ ഈസ് നെസസറി. How yoga can be incorporated in psychology and psychology can be incorporated in yoga. So we must have in our culture, we must have an integral approach. So integral approach അത് CBT തന്നെയാണ്. CBT എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ബിഹേവിയർ ഇന്റർവെൻഷൻ കൊടുക്കുന്നതെന്ന് ആരോൺ ബെക്ക് പറയുന്നില്ല. അദ്ദേഹം തോട്ടിനെ പറ്റി പറയുന്നു കൃത്യമായിട്ട്. തോട്ട് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ടാണ് കാര്യമാണൊക്കെ പറയുന്നുണ്ടെങ്കിലും ബിഹേവിയർ ഇന്റർവെൻഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈക്കോളജിസ്റ്റ് or the therapist. But that may be an integrated approach. And I think that Dr. Suvarth is doing that. അപ്പൊ അത് വർക്ക് ചെയ്യും, എന്തായാലും യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. അപ്പോൾ പറയുന്നത് ഈ സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജിയിൽ നമ്മൾ ഓരോരു ചെയ്യുന്ന പ്രാക്ടീസിലൂടെ കിട്ടുന്ന സൈക്കിക് എനർജി വുഡ് ഹെൽപ് ടു ദാറ്റ് ഹാസ് an impact upon the nervous system, endocrine system, and that boost our immunology.
അതുകൊണ്ട് ചിലപ്പോഴും പ്രാർത്ഥിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ വേറെ സൈക്കോളജിക്കൽ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ നേരെയായി എന്ന് പറഞ്ഞാൽ അത് തെറ്റാന്ന് വിശ്വസിച്ചുകൂടാ. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ദ ഇമ്പാക്ട് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ സൈക്കിക് എനർജി. ആ എനർജി ക്യാൻ, ആഫ്റ്റർ ഓൾ വി ആർ ഓൾ എനർജി. ഈവൻ സൈക്കോ അനാലിസിസ് പറയുന്നത് തന്നെ ഹ്യൂമൻ ബീയിങ്സ് സൈക്കോ എനർജിയാണ്. എനർജി, ആ എനർജിയിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമ്പോഴാണ് പല മാനസിക കാര്യങ്ങളൊക്കെ വരുന്നതാണ് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ഓക്കെ, ഞാൻ ഓരോന്നോരോന്ന് തൊട്ട് പറയുന്നത് മാത്രം. അപ്പൊ ഇത് കണ്ടത് ഈ സിംഗുലേറ്റ് ഗൈറസ് ഇതാണ് ഞാനിവിടെ മുദ്രയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോഡി ലാംഗ്വേജ് ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും, ഇറ്റ് ഈസ് എ കോമൺ അഡ്വൈസ് ഫോർ ഓൾ, മേ ബി ദ സൈക്കോളജിസ്റ്റ് ഓർ ദ കോമൺ പീപ്പിൾ ഓർ ദ യോഗ പീപ്പിൾ, യു ഹാവ് ടു ഒബ്സർവ് യുവർ സെൽഫ് ഫസ്റ്റ്. ആദ്യം നമ്മൾ എന്ത് മറ്റുള്ള ഒരു കാര്യങ്ങൾ ഉപദേശിക്കും ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ നമ്മളെ നിരീക്ഷിക്കണം. ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഞാൻ എവിടെയെങ്കിലും മസിൽസ് ഒക്കെ പിടിച്ചിട്ടുണ്ടോ? മസിൽസ് ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ എസറിൽ കൊളയും നേരെയാവും. കാരണം നമ്മൾ ബിഹേവിയർ എന്ത് ചെയ്യുമ്പോൾ അപ്പോഴൊരു ഇമ്പാക്ട് ഉണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്. എവറി മസിൽ ആക്ടിവിറ്റി യു ഡു, എസ്പെഷ്യലി ദ സ്കെൽറ്റൽ മസിൽസ് ആക്ടിവിറ്റി, ഇറ്റ് ഹാസ് ആൻ ഇമ്പാക്ട് അപ്പോൺ ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, കാരണം അത് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്ഷൻ സംഭവിക്കുന്നു, മൂവ്മെന്റ് സംഭവിക്കുന്നു പറയുമ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ആകുമല്ലോ. ഒരു പന്തെറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നെറ്റിയിലടിക്കുന്നത് പോലെ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. Okay, I hope so. So the singularity gyrus, and it responds with certain gestures. Okay, certain gestures. അതേപോലെ തന്നെ അടുത്തത് നിങ്ങൾ ഇദ്ദേഹത്തിനെ കേട്ടിട്ടുണ്ടാവും, കാൾ ഗുസ്താവ് യുങ്. Okay, and his psychology was very near to our Indian psychology, and he deviated little bit from the perspectives of unconscious mind that was put forth by Sigmund Freud. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ കളക്റ്റീവ് അൺകോൺഷ്യസ്, ഇത് തെറാപ്പിയിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും നമ്മുടെ കാൾ ഗുസ്താവ് യുങ്ങിന്റെ. അപ്പൊ അദ്ദേഹം പറയുന്ന കളക്റ്റീവ് അൺകോൺഷ്യസിൽ ആർക്കിടൈപ്പ് ഉണ്ട്. ഈ ആർക്കിടൈപ്പിന്റെ വിഷ്വലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ടാവുമെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സൈക്കോളജിസ്റ്റ് ആണ് പറഞ്ഞത്, പത്മനാഭനല്ല. ഓക്കെ, അപ്പൊ അതിൽ പറയുന്നത് ഈ ദീപത്തിനെ നോക്കുക. അപ്പൊ ഞാനൊരു ദീപത്തിനെ കണ്ടിട്ടുണ്ടോ? ദീപത്തിനെ, അപ്പൊ ഈ ദീപത്തിനെ നമ്മൾ ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് കണ്ണടിച്ചു കഴിഞ്ഞാൽ നോക്കാതെ തന്നെ ആ ദീപം വരും. അതിന്റെ പേരാണ് ആഫ്റ്റർ ഇമേജ് എഫക്റ്റ്. എന്ന് വരെ ആഫ്റ്റർ ഇമേജ് എഫക്റ്റ് വരുന്നു അതുവരെ നിങ്ങൾക്ക് ഇമേജറി ടെക്നിക്ക് ചെയ്യാനാവില്ല. ഓക്കെ, സോ ദിസ് പ്രാക്ടീസസ് വിൽ ടീച്ച് യു, ഇറ്റ് ഈസ് എ പ്രീ ട്രെയിനിങ് ഫോർ ഇമേജറി ടെക്നിക്. ഇപ്പൊ ഇമേജറി ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സത്യത്തിൽ നിങ്ങളുടെ അച്ഛനെയാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അച്ഛനെ കാണുമ്പോൾ ഇമേജറി ഇൻവോൾവ്സ് ഓൾ ദ 5 sense organs, not only the visualization. Visualization is only a process. So we will talk about in the coming seminar what is imagery, what is imagery technique, and how the archetypes would help to create homeostasis in our body. These are all holistic approach. So this Carl Gustav Jung, he appraised the Kundalini yoga concept. അദ്ദേഹം പറയാണ് കുണ്ടലിനി യോഗയുടെ ഓരോരോ കളേഴ്സും കാര്യങ്ങളും ആക്ച്വലി ഇറ്റ് ഹാസ് എ സൈക്കോളജിക്കൽ ഇമ്പാക്ട്. ഈവൻ ദ കളേഴ്സ്, ഈവൻ ദ സിംബിൾസ് ആൻഡ് ഈവൻ ദ സൗണ്ട്, എവറിത്തിങ് ഹി അപ്രീഷിയേറ്റഡ്. സോ അവിടെ ഇതുമാതിരിയുള്ള ആർക്കിടൈപ്സുകളെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ എന്താവും? സൈക്കോ, ന്യൂറോ, എൻഡോക്രൈൻ, ഇമ്മ്യൂണോളജി ഉണ്ടാവും. I hope everybody is understanding what I am discussing. Okay, this is only one example. Yes, meditation has also been found to boost the immune response. These are all some studies taken. ഇനി അടുത്തത് സലുട്ടോജെനിസിസ്. ഇദ്ദേഹത്തിന് ആരോൺ ആന്റോണോസ്കോവി, ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ 2ാം ലോക മഹായുദ്ധത്തിൽ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. കേട്ടില്ലെങ്കിൽ കേൾക്കണം. എല്ലാ സൈക്കോളജിസ്റ്റ് ഇത് അറിഞ്ഞിരിക്കണം. യോഗ സൈക്കോളജിസ്റ്റ്, യോഗ തെറാപ്പി പഠിക്കുന്നവരൊക്കെ സെലുട്ടോജെനിസിസ് അറിഞ്ഞിരിക്കണം. കാരണം ഒരു സ്ഥലത്ത് എല്ലാവരും പറയുന്നത് വെച്ചാൽ വാട്ട് ഈസ് ദ കോസ് ഓഫ് ഡിസീസ് എന്നാണ് പലവരും. അതിന്റെ റിസ്ക് ഫാക്ടർ എന്താണ്? ഇദ്ദേഹം അതിന് നേരെ വിപരീതമായിട്ട് നിന്നു. അയാൾ പറയുന്നു വാട്ട് ബ്രിങ്സ് ഹെൽത്ത് എന്നാണ്. അപ്പൊ സെലുട്ടോജെനിസിസ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് പാത്തോജെനിസിസ്. Okay, pathogenesis. And you know that what is pathogenesis? Pathogenesis is the study of diseases. His whole theory is totally against the pathogenesis. അദ്ദേഹം പറയുന്നത് സലുട്ടോജെനിസിസിലേക്ക് പോകണം. അപ്പൊ അതിൽ അദ്ദേഹം ഒരു വലിയൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, സെൻസ് ഓഫ് കൊഹറൻസ്. ഈ സെൻസ് ഓഫ് കൊഹറൻസിന്റെ സ്കെയിൽ ഉണ്ട്, ഒരു 13 item സ്കെയിൽ. അത് ചില സമയം കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരും. അത് വാങ്ങിച്ചിട്ട് കൃത്യമായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ
അദ്ദേഹം ഹെൽത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടാവും. ഒരു ഭയങ്കരമായിട്ടുള്ള സ്റ്റാൻഡർഡൈസേഷനുള്ള ഒരു ടെസ്റ്റാണിത്, സെൻസ് ഓഫ് കൊഹറൻസ്, SOC. അപ്പൊ അതിൽ പറയുന്നത് കോംപ്രഹെൻഷബിലിറ്റി എന്ന് പറയുന്നത് ആദ്യം നമ്മൾ യുക്തിപരമായിട്ടില്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടായി, എനിക്ക് വീടുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഇസ്രയേൽ അദ്ദേഹം പഠനം നടത്തിയ സമയത്ത് ഒരു ഭാഗം രണ്ടാം മഹായുദ്ധത്തിൽ പലവരും നാളെ എന്താവും എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന സമയത്ത് മറ്റുള്ളവർ ശരിക്കും ജീവിച്ചു. ഇതേ ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അതുപോലെ ജീവിച്ചു, ഇദ്ദേഹത്തെ പഠിപ്പിച്ചു, വലിയ ആളാക്കി. അപ്പൊ അയാൾ പറയാണ് പലവരും ആ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരു ഭാഗം ഡിസീസിലേക്ക് പോകുമ്പോൾ മറ്റുള്ളൊരു ഭാഗം ഹെൽത്തിലേക്ക് മാത്രം പോയി എന്ന് പറഞ്ഞാൽ സാഹചര്യം പ്രതികൂലമാണെങ്കിലും കൂടി. അവിടെയാണ് അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ ഏറ്റവും വലിയൊരു വൈദഗ്ധ്യം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും സാഹചര്യങ്ങൾ പലതും പ്രതികൂലമായി നിൽക്കുമ്പോഴും അതിനെ അനുകൂലമാക്കാൻ ഉള്ള എല്ലാ റിസോഴ്സസും നമുക്കുണ്ട്. അയാൾ പറയുന്ന ലൈഫ് ഈസ് മീനിങ് ഫുൾ, ഇറ്റ് ഈസ് പ്രെഡിക്റ്റബിൾ ആൻഡ് മാനേജബിൾ. ഇതാണ് ഈ മൂന്നിന്റെ കാര്യത്തിനാണ് അദ്ദേഹം സെൻസ് ഓഫ് കൊഹറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഡെവലപ്മെന്റ് ചെയ്യണം. യുക്തിപരമായിട്ടുള്ള പാരസ്പരിക ബന്ധം. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എബിലിറ്റി, നമ്മളെല്ലാം പഠിച്ചിട്ടില്ലേ, നമുക്ക് ഇന്റലിജൻസ് ഇല്ലേ, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതാണ്. അപ്പോൾ അതും കൂടെ മെഡിക്കൽ സോഷ്യോളജി വിട്ട് പറയുകയും സാമൂഹികവൽക്കരണം, ബയോസൈക്കോ സോഷ്യൽ മോഡലാണ് ഇദ്ദേഹത്തിന്റെ. ഇപ്പം ബയോസൈക്കോ സോഷ്യൽ മോഡൽ നിങ്ങൾക്കറിയാം. ആദ്യം പറയുന്നത് ബയോളജിക്കൽ എന്തൊക്കെയാണ് കുഴപ്പം, അവിടെയാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരിക. സൈക്കോളജിക്കൽ എന്താണ്? സൈക്കോളജിക്കൽ പറയുമ്പോൾ വി ഹാവ് ടു ഗോ ടു ഫ്രോയിഡ്. അൺപ്ലസന്റ് എക്സ്പീരിയൻസ്, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, ട്രോമ, മണ്ണാങ്കട്ട അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അത് പറയും. പിന്നെ സോഷ്യലായിട്ടോ, സോഷ്യലായിട്ട് നിങ്ങൾ ജോലി പോയി കഴിഞ്ഞാൽ ആകമാനം കുഴപ്പവും. അങ്ങനെ ഈ മൂന്നും കൂടെ പ്രതികൂലമായിട്ട് വായിക്കുമ്പോൾ മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാവും. കാര്യമൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിനെ പ്രതികൂലമായി നിന്നിട്ട് നമ്മൾ റിസോഴ്സ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഹെൽത്ത് ഉണ്ടാക്കാം, അതാണ് സൈലോട്ടോജെനിസിസ്. ദിസ് ഈസ് ആരോൺ ആന്റണോസ്കോറി. യെസ്. ഇത് നമുക്ക് സൈക്കോ ന്യൂട്രീഷനിലേക്ക് എടുക്കാം. എന്താണ് സൈക്കോ ന്യൂട്രീഷൻ? ഞാൻ വേഗം പറഞ്ഞു തീർക്കാം, 9 മണി വരെയാണ്. എന്നാലും ഒരു 9:15 വരെ പോകാൻ തോന്നുന്നു ഇല്ലേ? പോയിക്കൂടെ സുഹൃത്തെ? ഓക്കെ. സൈക്കോ ന്യൂട്രീഷൻ ഓക്കെ because the time is given by 1 hour. So psycho nutrition, even the word psycho is there. അപ്പൊ ചില ന്യൂട്രീഷനിൽ മനസ്സിനെ എങ്ങനെ നേരെയാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിന് സൈക്കോ ന്യൂട്രീഷൻ. ഈ പദം നമ്മൾ ശരിക്ക് വരുമ്പോൾ നിങ്ങൾ പലവരും ചാന്തോഗ്യ ഉപനിഷത്ത് ഉപനിഷത്ത് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഇന്ത്യൻ സൈക്കോളജിയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ നമ്മളത് അറിയാതെ പോകുന്നുള്ളതാണ്. നമ്മളത് അറിയണം. അപ്പോൾ ചാന്തോഗ്യ ഉപനിഷത്തിൽ പറയാണ് സൈക്കോ ന്യൂട്രീഷൻ ആഹാരശുദ്ധവും, ആഹാരം ശുദ്ധിയായി കഴിഞ്ഞാൽ സത്വശുദ്ധി, പ്യൂരിറ്റി ഓഫ് മൈൻഡ് എന്നാണ്. ഫ്രം പ്യൂരിറ്റി ഓഫ് ഫുഡ് കംസ് പ്യൂരിറ്റി ഓഫ് മൈൻഡ്. എത്രയോ 10,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയാണ്. സത്വശുദ്ധവും ധ്രുവാസ്മൃതി. ഫ്രം പ്യൂരിറ്റി ഓഫ് മൈൻഡ് കംസ് കോൺസ്റ്റന്റ് മെമ്മറി. ഓക്കെ. ആൻഡ് സ്മൃതി ലംഭേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ. ഇറ്റ് സേസ് ദാറ്റ് comes constant memory, and from constant memory one becomes free from all bondages or from disease or whatever it is. So whenever we talk to the psycho nutrition ഈ നമ്മുടെ ഈ പർപ്പസസിന് വേണ്ടിയിട്ട്, ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ലാക്ടോ വെജിറ്റേറിയൻ ഡയറ്റ്, ഓക്കെ, വിത്തൗട്ട് എഗ്സ്, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ഫിഷ്, മീറ്റ്, ആൽക്കഹോൾ ഒക്കെ. പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ പ്രോട്ടീൻ ഉണ്ടാവൂ എന്നുള്ള ധാരണകളൊക്കെ ശരിയൊന്നുമല്ല. ഓക്കെ, അത് ഞാനിപ്പോൾ എടുത്ത് തെളിയിക്കാം. ഓക്കെ, അതൊന്നുമല്ല. പക്ഷെ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ആഹാരശുദ്ധം എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ ഫുഡിന്റെ അളവ് കൂട്ടണം എന്നുള്ളതാണ്. ഇപ്പോഴും പല ഈവൻ ദ pH ഓഫ് ദ ബ്ലഡ് വരെ ചേഞ്ച് ആവാൻ കാരണം അസിഡിക് ഫുഡാണ്. ഐസ്ക്രീം തിന്നാത്തവർ ആരുമില്ല, പഠിപ്പിക്കുന്നവർ ഐസ്ക്രീം തിന്നവരാ. ഞാൻ പറയുന്നതുകൊണ്ട് ആരും വിഷമിക്കരുത്. ഓക്കെ, ഞാൻ ഉള്ളതുപോലെ പറയുന്നവർ മാഷായത് ഞാനത് പറയും. അതുകൊണ്ട് നമുക്ക് ഒരു സെൻസ് ഓഫ് കൊഹറൻസ് ഇല്ല. What we are teaching, we are not aware of the sense of coherence. So we have to develop the sense of coherence. What Aaron Antonoff said. So അവിടെ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇപ്പൊ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഫിഷ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം എങ്ങനെ കഴിക്കണം എന്നുള്ളത്. ഓക്കെ. അപ്പൊ അവിടെ ഈ യോഗയിൽ ആദ്യം പറയാണ്
അല്ലെങ്കിൽ ഈ ആഹാരത്തിൽ പറയാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ദൈനംദിന ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അതിലൊരു പ്രത്യേക ഫുഡ്, ചിലതിന് സെറാട്ടോണിനൊക്കെ ട്രിപ്റ്റോഫാൻ മാതിരിയുള്ളതും മറ്റുള്ള 2-3 ഡോപ്പമൈനൊക്കെ കുറച്ച് സ്റ്റഡീസുകളൊക്കെ ഉണ്ട്. ആ സ്റ്റഡീസുകൾ ഏകദേശം ശരിയാണെന്ന് പറയാം, അത്രയേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഇതിൽ രണ്ട് തരം ഫുഡാണ്. ഒന്ന് എന്ന് പറയുന്നത് പ്രോട്ടീൻ, കാരണം ന്യൂറോ ട്രാൻസ്മിറ്റർ ഇറ്റ്സെൽഫ് ഈസ് ദ പ്രോട്ടീൻ. ആ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫുഡും പിന്നെ ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആന്റി ഓക്സിഡന്റ് ഉള്ള ആൽക്കലൈനാണ്. അസിഡിറ്റി ഫുഡിലൊക്കെ വളരെ കുഴപ്പങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമ്മൾ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഒരു സന്തുലിതാവസ്ഥ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സെലക്ട് കംപ്ലീറ്റ് ആൽക്കലൈൻ ഫുഡ് പറ്റൂല. കാരണം കംപ്ലീറ്റ് ആൽക്കഹോൾ പെട്ടെന്നുണ്ടെങ്കിൽ കാട്ടിലെല്ലാം മറ്റും കൊണ്ടുവരും. അത് മറ്റുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ആൽക്കലോസിസ് എന്നതിന് കുഴപ്പമുണ്ടാവും. അതുകൊണ്ട് അസിഡിക് കൂടി കഴിഞ്ഞാൽ അസിഡോസിസ് ഉണ്ടാക്കും. അപ്പൊ ഇതിനെന്ത് വേണം? സന്തുലിതമാക്കി വെക്കണം. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ കുഴപ്പങ്ങൾ വന്നു, അല്ലെങ്കിൽ ഹാർമോൺസിന്റെ കുഴപ്പങ്ങൾ വന്നു, അപ്പോൾ നമുക്കൊരു തെറാപ്പറ്റിക് ഡയറ്റിലേക്ക് പോകണം. ആൻഡ് ദാറ്റ് തെറാപ്പറ്റിക് ഡയറ്റ് ഈസ് ടേംഡ് ഹിയർ ആസ് സൈക്കോന്യൂട്രീഷൻ. ഓക്കെ, സൈക്കോന്യൂട്രീഷൻ. അപ്പൊ അവിടെ പറയുന്നത് നമ്മൾ 75 ആൽക്കലൈൻ ഫുഡും ഒരു 25 അസിഡിക് ഫുഡ്, ഇറ്റ് ഇസ് വെരി വെരി തെറാപ്പറ്റിക്, നോ ഡൗട്ട്. അതേസമയം തന്നെ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 50% ആൽക്കലൈനും 50% അസിഡിക് ആയിരിക്കണം. ഇപ്പൊ നമ്മളൊരു ഫുഡ് വരുമ്പോൾ, ഇപ്പൊ നമ്മളൊരു പേഷ്യന്റ് നമ്മളെടുത്ത് വരുമ്പോൾ ആദ്യം അവർക്ക് സൈക്കോ ന്യൂട്രീഷൻസിന്റെ ക്ലാസ് എന്തായാലും കൊടുക്കും. ഒരു 9 ഇഞ്ച് പ്ലേറ്റ് ഉണ്ട്, 9 ഇഞ്ച് പ്ലേറ്റ്. അതിൽ നമ്മൾ ഈ ക്വാണ്ടിറ്റി ഓഫ്, ഇപ്പൊ നമ്മൾ ഈ ഡാനിയൽ സലീം ഉണ്ട്, വലിയ ഡോക്ടർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞ നമുക്ക് പല അസുഖങ്ങളും വരാൻ, നമ്മൾ കേരളത്തിലുള്ളവരൊക്കെ ദേ ഈറ്റ് മോർ റൈസ്, ഒരുപാട് എന്ന് പറഞ്ഞാൽ പ്ലേറ്റിൽ ചേർത്ത് നമ്മളെ കാണില്ല, അങ്ങനെയൊക്കെയാണ് റൈസ്. അതിന്റെ ക്വാണ്ടിറ്റി കുറക്കണം. കുറച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അതിലുണ്ടോ നമ്മൾ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. മറ്റല്ലാതെ പ്രത്യേകിച്ചിട്ട് സ്റ്റഡി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നല്ല. നമ്മൾ ആദ്യം സെൻസ് ഓഫ് കോഹറൻസ്, വി ഹാവ് ടു ഡെവലപ്പ് അവർ സെൻസ് ഓഫ് കോഹറൻസ്. ഓക്കെ, അവിടെ പറയുന്നത് 75 ആൽക്കലൈൻ ഫുഡും 25 അസിഡിക്, വെരി ഗുഡ്. ഇനി അഥവാ അത് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ 55 ആൽക്കലൈൻ ഫുഡും 50% അസിഡിക് ഫുഡ്, കുഴപ്പമില്ല. പക്ഷെ അതേസമയം 25% ആൽക്കലൈൻ ഫുഡേ ഉള്ളൂ, 75% അസിഡിക് ഫുഡ് ആണെന്നുണ്ടെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ മാത്രമല്ല എല്ലാം പോകും, വളരെ കുഴപ്പമാണ്. യാതൊരു സംശയമില്ല, അതിന് കൃത്യമായിട്ട് പഠനങ്ങളും. ഇനി നിങ്ങൾ നോക്കിയോ, ലിസ്റ്റ് നോക്കിക്കോ. കാരണം ഞാൻ ഐ മേഡ് the dietary, the psychonutrition chart is very simple. Alkaline food, all fruits and all leafy vegetables. Nuts ഉണ്ട്, നട്ട്സ് ഒക്കെ ചില നട്ട്സുകളൊക്കെ ഉണ്ടല്ലോ, അത് ഈ ട്രിപ്റ്റോഫാനൊക്കെ ഉണ്ടാക്കാൻ വളരെ കരുതും. റാഗി, ബാർലി, ആപ്പിൾ ആൻഡ് വാട്ടർമെലൺ. അസിഡിക് ഫുഡ് നോക്കി, മീറ്റ്, ഫിഷ്, റൈസ്, പിന്നെ ഗോതമ്പ്, ആൽക്കഹോൾ, ബേക്ക്ഡ് ഐറ്റം, സ്വീറ്റ്സ്, ഐസ്ക്രീം, എക്സെട്ര. ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഏതെല്ലാം വരുന്നത്, എല്ലാവരും വായിക്കും. ഓക്കെ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഒരു പേഷ്യന്റ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ വരുമ്പോൾ പലരും കൗൺസിലിങ്ങിനും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അപ്പോൾ നമുക്ക് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ അഭാവം, അത് ബ്ലഡ് സ്ഥലത്തിലെ കൂടെ ഡോക്ടർമാർ കണ്ടുപിടിക്കും. ന്യൂറോളജിസ്റ്റ് അന്നൊരു സൈക്കോളജിസ്റ്റിന്റെ പണിയല്ല, യോഗയുടെ കാർക്ക് പണിയല്ല, അതൊക്കെ അവർ ചെയ്യുന്നതാണ്. അപ്പൊ അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സൈക്കോ ന്യൂട്രീഷൻ ഇങ്ങനെ ഉപകാരപ്പെടും. അപ്പൊ ഈ സൈക്കോ ന്യൂട്രീഷൻ ഹിയർ ഈസ് ടേംഡ് ആസ് the alkaline food, the quantity of alkaline food. It should be more, suppose something imbalance happens, the neurotransmitters or as well as the secretion of the hormones. Otherwise 50% alkaline food, 50% acidic food. അങ്ങനെ ചോറ് കുറച്ച്, വെജിറ്റബിൾസ് കാര്യങ്ങൾ, പിന്നെ കുറച്ച് വേറെ എന്തെങ്കിലും പുളിരസം അങ്ങനെ അങ്ങനെയൊക്കെ ആവാം. 50-50 ഇതാണ് നിങ്ങൾ കഴിക്കുന്നത് ആദ്യം ഉറപ്പുവരുത്തണം, പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെ. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ പിന്നെ യോഗ ഇത് പറയുന്നത്? കാരണം ഈ നാച്ചുറൽ ഫുഡാണ് ആദ്യത്തെ എനർജി. നിങ്ങൾക്കറിയാം, ഈ ഫോട്ടോസിന്തസിസ് കൊണ്ട് പച്ചിലകൾക്ക് മാത്രമേ ഫസ്റ്റ് ഹാൻഡ് എനർജി ഉണ്ടാക്കാൻ പറ്റൂ. എല്ലാം തിന്നുന്നത് തന്നെ. സിംഹം തന്നെ പിടിക്കുന്നത് മാന്യ, സിംഹത്തെ തിന്നില്ല. കാരണം അതിന് പക്ക ഹെർബിവോറസിന്റെ രക്തം തന്നെ വേണം. അതുകൊണ്ടാണ് ഒരു ചെറിയ മാനിന്റെ പഠിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതൊക്കെ മനസ്സിലാക്കണം. ഇതെല്ലാം ഞാൻ സയൻസിന്റെ ബേസിലാണ് ഇതൊക്കെ പറയുന്നത്. പിന്നെ അതിൽ ഫോട്ടോ കെമിക്കൽ അല്ല, ഇത് ഫൈറ്റോ കെമിക്കൽ ആണ് കേട്ടോ. ഫൈറ്റോ കെമിക്കൽ ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസിലാണ്, ഫ്രൂട്ട്സിലാണ്. കളർ പിന്നെ നാച്ചുറൽ ഫുഡ്സ് ആർ മോർ ആൽക്കലി ഇൻ നേച്ചർ. പിന്നെ രണ്ടാമത് മൃഗങ്ങളെ കൊല്ലാനില്ലാതെ ഒരു ത്വര അതുണ്ടാവും. പിന്നെ സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട്, ഈ മീറ്റ് കൺസംഷൻ ഒക്കെ ബ്രസ്റ്റ് കൊളോൺ ക്യാൻസർ ഒക്കെ ഉണ്ടാവുന്നു. ഡി സ്റ്റെഫാനി, എലിമിനേറ്റിംഗ് മീറ്റ് ഫ്രം ദ ഡയറ്റ് റെഡ്യൂസസ് റിസ്ക് ഓഫ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
ആൻഡ് രണ്ടെന്ന് പറയുന്നത് ഈ ചിലർക്ക് തോന്നും കാരണം നമുക്ക് പ്രോട്ടീൻ കിട്ടൂല, നമുക്കില്ലെങ്കിൽ ശക്തി ഉണ്ടാവില്ല. അതൊക്കെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റാണ്. കാരണം ഇതൊന്നും കഴിക്കാതെ തന്നെ ലോകപ്രശസ്തമായിട്ടുള്ള സ്പോർട്സ് പേഴ്സൺമാരുണ്ട്. ഇവിടെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ബാലകൃഷ്ണൻ ഉണ്ട്. ഓക്കെ, ബാലകൃഷ്ണൻ സ്പോർട്സ്മാൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഈ ഗാസ്ട്രോ റിഫ്ലക്സീവ് ഡിസോർഡർ ആയിരുന്നു. ആ ഗാസ്ട്രോ റിഫ്ലക്സീവ് ഡിസോർഡർ വന്നിട്ട് വൈദ്യശാസ്ത്രം തഴഞ്ഞു അദ്ദേഹത്തെ. അത് കഴിഞ്ഞ സമയത്ത് അയാൾ 3 ഇളനീര് കുടിക്കും, പിന്നെ വെജിറ്റബിൾസ് ഉണ്ടാക്കിയ കുറച്ച് ഫുഡും. 17 വർഷമായി. എന്നിട്ട് ഗ്രൗണ്ടിൽ പോയിട്ട് എല്ലാവരും ഓടും ചാടും എയറോബിക്സ് ഒക്കെ ചെയ്യും. അപ്പൊ ഈ മറ്റുള്ള ഒളിമ്പ്യൻസിന്റെ ഗുലാം മുഹമ്മദ് ഗാമ ആൻഡ് കാൾ ലൂയിസിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ നാട്ടിലുള്ള ബാലകൃഷ്ണൻ തന്നെ പഠിക്കണം. നിങ്ങളിപ്പോ ഞാൻ സമയമില്ലാണ്ട് ആ വീഡിയോ കാണിക്കുന്നില്ല. ബാലകൃഷ്ണൻ സ്പോർട്സ് പേഴ്സൺ തൃക്കരിപ്പൂർ കാസർഗോഡ് നടിച്ചാണ്. അപ്പൊ അതിൽ കാണാം. ഓക്കെ, യെസ്. അപ്പൊ ഇങ്ങനെയുള്ള ഡയറ്റ് ഒരുപാട് ഇമ്പാക്ട് ഉണ്ട് എന്ന് തെളിയിക്കപ്പെടുകയാണ്. വെറുതെ കണ്ടിട്ടല്ല, നമ്മൾ വെറുതെ കേട്ടിട്ടല്ല, നമ്മളത് കാണണം. അപ്പൊ ഇത് കണ്ടോളൂ. അപ്പൊ ഇവിടെ ഈ സൈക്കോ ന്യൂട്രീഷൻ ഫുഡിൽ ഒന്ന് മില്ലറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ബാർലി പോറിച്ച്, ഈ ബാർലിയുടെ വെള്ളം, അത് നല്ലതാണ്. ബ്ലഡ് ഈസ് ലിറ്റിൽ ആൽക്കലൈൻ, അതുകൊണ്ട് മോർ ആൽക്കൻ റെഡ്യൂസസ് അസിഡിക് ഫുഡ്, ലോ കാർബോഹൈഡ്രേറ്റ് ഫുഡ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ പറയാണിത് വലിയ അസുഖമായിട്ട് വരുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ പറയണം ഒരു ഷുഗർലെസ് ഡേ വൺസ് ഇൻ എ വീക്ക്. അത് നിങ്ങൾക്ക് പറ്റുമോ നോക്കണം. ഓക്കെ. പിന്നെ ഉപവാസം, ജുഡീഷ്യസ് തെറാപ്പി, ഫാസ്റ്റിംഗ് തെറാപ്പി, അതും വളരെ കൃത്യമായിട്ട് വലിക്കും. ഓക്കെ. ഇനി ഈ തെറാപ്പി ശാസ്ത്രീയമാണോ അല്ലോ എന്നുള്ളത് ഇദ്ദേഹത്തെ കണ്ടാൽ മതി. ഞാൻ ഇങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരെ ഇങ്ങനെ സല്യൂട്ട് ചെയ്തുകൊണ്ടാണ് ക്ലാസ് തന്നെ എടുക്കുക. ഇദ്ദേഹത്തിന്റെ പേരാണ് വിഷ്ണു ജോഷുവും. ഇദ്ദേഹം നോബൽ സമ്മാനം നേടിയ ആളാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ ഫാസ്റ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരു പ്രക്രിയ നടക്കും, ഓട്ടോഫാഗി. ഓക്കെ, ലൈസോസോം ഉണ്ടല്ലോ നമ്മളെല്ലാം ഇതിൻ്റെ അകത്ത്, കാരണം ദേ ആർ കോൾഡ് സൂയിസൈഡ് ബാഗ്സ്. അപ്പൊ അത് ഓട്ടോഫാഗി എന്ന് പറഞ്ഞാൽ സെൽഫ് കില്ലിങ്. ഇപ്പൊ ഈ ഇദ്ദേഹത്തിന് പഠനം വന്നത്, ഏറ്റവും വലിയ ആ പഠനത്തിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഈ ഓട്ടോഫാഗിയുടെ സമയത്ത് എന്താവും, ഈ നമ്മുടെ റീസൈക്ലിംഗ് നടക്കും. സെല്ലുകളുടെ റീസൈക്ലിംഗ് നടക്കുകയും ഇതിന് വിശപ്പ് വരുമ്പോൾ ഈ സ്റ്റാർട്ട് ടു ഈറ്റ് ഡിസ്ട്രോയ് വൈറസസ് ആൻഡ് ബാക്ടീരിയ ഇൻക്ലൂഡിംഗ് ക്യാൻസർ സെൽസ് ആൻഡ് ഗെറ്റ് റിഡ് ഓഫ് ഡാമേജ്ഡ് സ്ട്രക്ചേഴ്സ്. ഇതാണ് അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ രത്ന ചുരുക്കം. നമ്മളിപ്പോ ആരെങ്കിലും എന്തെങ്കിലും ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ കാണിച്ചു കൊടുക്കണം. കാരണം നോബൽ സമ്മാനം അങ്ങനെയൊന്നും കൊടുക്കൂല്ലോ, അത് അറിവുള്ളവർക്ക് മാത്രമേ കിട്ടൂ. അപ്പൊ അവിടെ പറയാണ് ദ ലൈസ് ഓഫ് ഇതിന്റെ അതിന്റെ പ്രോസസ്സാണ് അതൊക്കെ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് അതിന് അദ്ദേഹം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളടുത്ത് ഒരു പേഷ്യന്റ് വന്ന് നമ്മൾ എങ്ങനെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് പഠിച്ച ഉടനെ പകല് മാത്രം ഒന്ന് തിന്നെന്ന് മാത്രമല്ല പറയുന്നത്, രാത്രി 6 മണിക്ക് ശേഷം രാവിലെ വരെ ഒന്നും കഴിക്കാതിരിക്കുക. അങ്ങനെ കുറച്ച് ദിവസം, പിന്നെ ഒരു 3-4 മണിക്കൂർ, 5 മണിക്കൂർ, അതിന്റെ പ്രോസസ്സ് അങ്ങനെ പോകും. ദർ ഇസ് എ പ്രോസസ്. അതിന്റെ പേരാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. എല്ലാ ഇങ്ങനെയുള്ള ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെ മാത്രമേ നമുക്കൊരു ഹോമിയോസ്റ്റേസിസ് ഉണ്ടാക്കാൻ പറ്റൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പം ആന്റി ആങ്സൈറ്റി, ആന്റി ഡിപ്രസന്റ്, ഡയറ്റ് തെറാപ്പിയാണ് ഈ പറയുന്നതൊക്കെ. ഓക്കെ. ഇനി സെറാറ്റോണിനെ പറ്റിയിട്ട് ആദ്യം എന്ന് പറയില്ല, ഇതിന് ഞാൻ പറയാൻ സമയം കിട്ടില്ല. സെറാറ്റോണിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2 in 1. ഓക്കെ. ഈ സെറാറ്റോണിൻ ഇറ്റ് കൺവേർട്സ് ആസ് മെലറ്റോണിൻ. അതാണ് രാത്രി. ആരും മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്? പ്ലീസ് ഓഫ് ഇറ്റ്. ശ്രീവിദ്യ. യെസ്. സെറാറ്റോണിൻ യെസ്, ഇവിടെ മൈക്ക് ആരോ ഓൺ ആക്കിയിട്ടുണ്ട്, അത് ഓഫ് ചെയ്യും. ഓക്കെ. സാറേ ഒരു ഡൗട്ട്, വോളിയം കുറവുണ്ടോ? എന്റെ കേൾക്കുന്നില്ലേ? ഉണ്ടോ? ഓക്കെ. എന്നാ ഇവിടുത്തെ പ്രശ്നം നിങ്ങളുടെ മഴയായിട്ടും പെയ്യുന്നുണ്ടാവില്ലേ? അതെ. എന്നാലും ഞാൻ ഒച്ചത്ത് പറയുന്നുണ്ട് കേട്ടോ. യെസ്. അപ്പൊ ഈ സെറാറ്റോണിന്റെ ഇത് പറയാം നമുക്ക്. സെറാറ്റോണിന്റെ അപ്പൊ അത് ഒരു കാര്യം മാത്രം നമുക്ക് ഉപയോഗിക്കാം. ഈ സെറാറ്റോണിൻ 2 in 1 ആണ്. അത് ന്യൂറോ എൻഡോക്രൈൻ സെല്ലുകൾ പുറപ്പെടുവിപ്പിക്കുന്നതാണ് ഈ സെറാറ്റോണിൻ ആൻഡ് ഓക്സിറ്റോസിൻ. അപ്പൊ അതിനെപ്പറ്റി നമുക്കൊരു ഉദാഹരണം മാത്രം പറയാം. ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഈ ട്രിപ്റ്റോഫാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു ഡയറ്റ് തെറാപ്പി ഉണ്ടാക്കണം, ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കണം, എത്ര ഗ്രാം തിന്നണം. അപ്പൊ അതിന് നമ്മൾ ബാസൽ മെറ്റാബോളിക് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ. ഇപ്പം ബാസൽ മെറ്റാബോളിക് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നും ചെയ്യാത്ത സമയത്ത് കണ്ണുകൾ അടക്കാനും തുറക്കാനും വരെ എത്ര എനർജി വേണം.
The minimum energy you require for all routine functions of the body is called basal metabolic rate. അപ്പൊ അതിന്റെ നമ്മൾ എല്ലാ സൈക്കോളജിസ്റ്റും എല്ലാ യോഗ തെറാപ്പിസ്റ്റും ഒക്കെ പഠിക്കേണ്ട കാര്യമാണ് ഇത്. അപ്പോഴേ നമുക്ക് ഡയറ്റ് തെറാപ്പി ചെയ്യാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അഡ്മിനിസ്റ്റർ ചെയ്യണ്ടേ, അത് ഇന്റർവെൻഷൻ ചെയ്യണമല്ലോ. അപ്പൊ ഹൗ വിൽ ബി മേക്ക് എ ഡയറ്റ് തെറാപ്പി ഫോർ ദ ഇംബാലൻസ് ഓഫ് ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്? ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വേ ടു ഇൻക്ലൂഡ് മോർ എന്ത് ഐറ്റം? ആൽക്കലൈൻ ഫുഡ് ഐറ്റംസ്, നോട്ട് 100%. ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇവിടെ സെറാറ്റോണിൻ എന്ന് പറയുന്നത് പറയുകയാണെങ്കിൽ ട്രിപ്റ്റോഫാൻ അമിനോ ആസിഡ് ഉണ്ട്. ചില അമിനോ ആസിഡ്സ് ബോഡി തന്നെ ഉണ്ടാക്കും, ചില അമിനോ ആസിഡ്സ് നമുക്ക് എന്ത് വേണം? ഫുഡിൽ നിന്ന് കിട്ടണം. ഈ ട്രിപ്റ്റോഫൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് നമുക്ക് ഫുഡിൽ നിന്ന് തന്നെ കിട്ടണം. ദ ബോഡി കനോട്ട് പ്രൊഡ്യൂസ് ഇറ്റ്. അപ്പൊ ഇവിടെ പറയാണ് ഈ സെറാറ്റോണിന്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഡിപ്രഷൻ ആണെന്ന് പല സ്റ്റഡികളും തെളിയിച്ചിട്ടുണ്ട്. അത് ശരിയാണ്, അത് യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഓക്കെ, ഈ സെറാറ്റോണിൻ എന്ത് ചെയ്യണം? സെറാറ്റോണിൻ പ്രവർത്തിക്കുന്നത് ഏറ്റവും കൂടുതൽ അത് ഉള്ള സ്ഥലം ന്യൂറോ എൻഡോക്രൈൻ ആകുമ്പോഴത് പിറ്റ്യൂട്ടറിയിലുണ്ട്, നമ്മുടെ ഇതിലുണ്ട്, എന്താണ്, ഹൈപ്പോതലാമസിലുണ്ട്. പിന്നീട് അതിന്റെ ബാക്കിയുള്ള ഡൈജസ്റ്റീവ് പറയുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിലാണ് ഉള്ളത്, ഗട്ടിലാണ്. അതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് വെരി ഗുഡ്, പ്രസന്റേഷൻ ഈസ് ഗുഡ് ആൻഡ് വാട്ട് എവർ യുവർ പ്രസന്റേറ്റ് ഈസ് വെരി ഗുഡ്. ഐ ഹാവ് സീൻ ദാറ്റ്. മൈക്ക് ഓഫ്. അപ്പൊ അവിടെ ഈ സെറാറ്റോണിന്റെ ഫുഡിന്റെ പറയുമ്പോൾ ട്രിപ്റ്റോഫാൻ നമുക്ക് ഉണ്ടാവും. എങ്ങനെ ഒരു ഡയറ്റ് തെറാപ്പി, ഒരു ഡയറ്റ് പ്രോഗ്രാം നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിനെപ്പറ്റി നമുക്ക് നോക്കാം. പിന്നെ കണ്ട ഈ സൈക്കോ ന്യൂട്രിയൻസ്, ഒന്ന് ഈ നെല്ലിക്ക കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം അത് കോൺസെൻട്രേഷൻ ഓഫ് വൈറ്റമിൻ സി ഹെൽപ്സ് ദ ബോഡി പ്രൊഡ്യൂസസ് നോറെപ്പിനെഫ്രിൻ ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബിലീവ്ഡ് ടു ഇംപ്രൂവ് ബ്രെയിൻ ഫംഗ്ഷൻ പീപ്പിൾ വിത്ത് ഡെമെൻഷ്യ. ഇതൊരു സ്റ്റഡിയാണ്. ഇത് നെല്ലിക്ക നമുക്ക് കിട്ടാതെ ഉണ്ടാകുന്നു അല്ലല്ലോ. അപ്പൊ ഇവിടെ ഈ കാലത്ത് തന്നെ ഈ നെല്ലിക്കയും ഒരു ഡയറ്റ് പ്രോഗ്രാം ഉണ്ട്. ഇപ്പൊ ഞാൻ എല്ലാവർക്കും പറയാം. ഒന്ന് നെല്ലിക്ക, ആ നെല്ലിക്കയുടെ കുരുവൊക്കെ കളഞ്ഞിട്ടത് എടുത്ത് ചെറിയ മിക്സിയിൽ ഇട്ടാൽ 5-6 ഓക്കെ. അതിന്റെ കൂടെ നെല്ലിക്കയുടെ കൂട്ടത്ത് നെല്ലിക്ക നല്ലപോലെ അരക്കുക. നെല്ലിക്ക നല്ലപോലെ അരച്ച് കഴിഞ്ഞിട്ട് അതൊരു ചെറിയ ഒരു തുണിയിലെടുത്ത് പിഴിഞ്ഞ് അതിന്റെ ജ്യൂസൊക്കെ എടുക്കണം. അപ്പൊ അതൊരു 1/2 ഗ്ലാസ് കിട്ടും. വലിയ നെല്ലിക്ക, എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതെടുക്കുക. എന്നിട്ട് അതിലെന്ത് ചെയ്യണം? നല്ല ശുദ്ധമായിട്ട് കുറച്ച് ഹണി ഒഴിക്കണം. കാരണം ഹണി സർവ്വ രോഗനാശിനിയാണ് ഹണി. അതിന്റെ കൂടെ ഒരു നല്ല ഒരു ആന്റിസ്പെക്റ്റിക് ആയിട്ട് ഒരു നുള്ളു മഞ്ഞൾ കൂടി ഇടണം. എന്നിട്ടാ കുടിക്കണം രാവിലെ. നിങ്ങൾ കുടിച്ചു പോകും. അപ്പൊ സ്റ്റഡി പറയുന്നത് ഇതിന്റെ വൈറ്റാമിൻ സി, നോറിപ്പിനെഫ്രിൻ, അതറിയാം നിങ്ങൾക്ക്. കാരണം അഡ്രിനൽ ഗ്ലാൻഡിലെ സ്ട്രെസ്സിന്റെ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഹാർമോൺസ് ആണ്. ഇതിന്റെ വേറൊരു അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിന്റെ വേറൊരു വകഭേദം. ഓക്കെ, ദാറ്റ് യു ഓൾറെഡി ഡിസ്കസ്ഡ് യുവർ ക്ലാസ്, ഐ ഹേർഡ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം. അപ്പൊ നമ്മൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കുടിപ്പിക്കണം, ഇത് കുടിക്കണം. ഓക്കെ, അത് വെക്കുക. പിന്നീട് പറയുന്നത് ഈ കിനോവ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഓക്കെ, ഈ കിനോവ സാധനം എന്തോ നിങ്ങൾക്ക് അറിയോ എന്ന് അറിഞ്ഞൂടാ. ഇതിനെപ്പറ്റി ഒരു പാട് യൂട്യൂബിലൊക്കെ വരുന്നുണ്ട്. കിനോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അരിയാണോ? അല്ല. ഓക്കെ, ഗോതമ്പാണോ? അല്ല. അപ്പൊ പിന്നെ എന്തുവായ സംഗതി? വാട്ട് ഈസ് ദിസ്? അപ്പൊ ഈ നമ്മുടെ ചീരയില്ലേ, ഈ ചീര നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ ചീര കുഴഞ്ഞ ഒരു തരം വിത്ത് കിട്ടും. അതുപോലൊരു സാധനമായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഫുഡ്, കാരണം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ദിസ് വൺ അമിനോ ആസിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. ആൻഡ് പ്രോട്ടീൻസിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഫുഡ് ഇതിനെ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഇതിന് വെക്കാം. ഇതിന്റെ പേരാണ് കിനോവ. പിന്നീട് നമ്മൾ മില്ലറ്റ്സ് വളരെ വ്യാപകമായിട്ട് ഇപ്പോഴും അതിനെ നമ്മുടെ അബ്ദുൽ ഖാദർ സാറാണെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹമാണ് ഇതിന്റെ ഫാദർ ഓഫ് മില്ലറ്റ്. അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി. ഓക്കെ, അദ്ദേഹം പറയുന്നത് മില്ലറ്റ് കഴിക്കുമ്പോൾ, മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങളാണ്. ചാമ, തവര, അതൊക്കെ ആയിട്ട് ഈ മുത്താറി പോലുള്ള ആഹാരങ്ങൾ. ഓക്കെ, അതിൽ ഉൾപ്പെടുത്തും. അതിലെല്ലാം ഉണ്ട്. അയൺ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. കാരണം അത് വളരെയധികം കൃത്യമായിട്ട് വർക്ക് ചെയ്യും. പല അസുഖങ്ങളും മാറ്റുന്നു മാത്രമല്ല, അസുഖങ്ങൾ മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഹോർമോൺസ് ഒക്കെ ശരിയാവുന്നുണ്ടെന്നല്ലേ ഭേദം. കാരണം ഇറ്റ് ഹാസ് എ കോറിലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അപ്പൊ ഇതൊരു ചാമ അരിയുടെ ഒരു ഫോട്ടോ മാത്രമാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മില്ലറ്റ് എന്ന് വർക്ക് ചെയ്യും. പിന്നെ രണ്ടാമത് ട്രിപ്റ്റോഫാനിൽ നമ്മുടെ ഈ എന്താണ് പൈനാപ്പിൾ. ഈ പൈനാപ്പിൾ നമ്മൾ ഒരു തരം ആഹാരം കഴിക്കുമ്പോൾ 2-3 കഷ്ണം, പേഷ്യൻസിന് ഒരു 2-3 കഷ്ണം പൈനാപ്പിൾ വേണം.
വേണം. ഓക്കെ. രണ്ടാമത്തെ ഈ ഒരു പഴം കണ്ടോ നിങ്ങൾ? ഇതാണ് നമ്മുടെ ബേബി സാറൊക്കെ ഉപയോഗിച്ച ഒരു പഴം എന്നാണ് ഈ പഴം. ഈ പഴത്തിന്റെ പേര് നമ്മുടെ കണ്ണൂരൊക്കെ ഇതിന് വെണ്ണീറ്റാൻ മണ്ണെന്ന് പറയും, മണ്ണമ്പഴം. അതിന് മുകളിൽ ഒരു ചാര നിറം ഉണ്ടാവും, കണ്ടോ? ചാര നിറം. ഓക്കെ. ഏറ്റവും കൂടുതൽ സെറാറ്റോണിൻ ഉള്ളത് ഇതില്ല, ട്രിപ്റ്റോഫാൻ. ഈ പഴം, ഇതിന് മണ്ണമ്പഴം എന്ന് പറയും. ഇതിനൊരു പുളിരസവും ഉണ്ടാവും, മധുരവും ഉണ്ടാവും. ഇതിന് ആക്ച്വലി സെറാറ്റോണിൻ പഴത്തിലല്ല ഉള്ളത്, പഴത്തിന്റെ തോലിലാണ് ഉള്ളത്. അതുകൊണ്ട് പഴത്തിന്റെ തോല് ആര് തിന്നും? പശു തിന്നും. വെണ്ണാറം പൂവ്. അതുകൊണ്ട് പശുവിന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ കുഴപ്പങ്ങളൊന്നുമില്ല. അത് തന്നെ, അതായിരിക്കും. ഓക്കെ. പശുവിന് യാതൊരു ന്യൂറോ ഉണ്ടോ? ഇഷ്ടം പോലെ. അതെന്നാ കളയരുത് കേട്ടോ. അത് ഭയങ്കര പുളിരസവും മധുരമുള്ള ഒരു ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് മനസ്സിലായത്. ഇതിന്റെ തൊലി എല്ലാ പഴത്തിനും യെസ് ഒരു പദാർത്ഥം ഏറ്റവും ഈ ട്രിപ്റ്റോഫാൻ ഉള്ളത് ഏറ്റവും കൂടുതൽ പഴത്തിലാണ്, ഏറ്റവും കൂടുതൽ പൈനാപ്പിളിനൊക്കെ. ഇതിന്റെ സ്റ്റഡി ഓൾറെഡി ഉണ്ട്. ഓക്കെ. ഞാൻ നമ്മുടെ ഒരു ന്യൂട്രീഷനായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പേ. അപ്പൊ അവർ പറയാണ് പാലിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷെ ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ഈ ഡയറ്റ് തെറാപ്പി ഉണ്ടാക്കുമ്പോൾ ഏതിലാണ് ഏറ്റവും കൂടുതലുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടാവണം. സൈക്കോ ന്യൂട്രീഷൻ. ഓക്കെ. സത്യത്തിൽ ഇതിന്റെ ട്രിപ്റ്റോഫാൻ കണ്ടന്റ് ഉള്ളത് ഇതിന്റെ തൊലിയിലാണ്. കാരണം ഈ തൊലിയിലാണ് സൂര്യപ്രകാശം കാര്യങ്ങളൊക്കെ കൊള്ളുന്നത്. അങ്ങനെ പഞ്ചമഹാഭൂതങ്ങളൊക്കെ മുഴുവൻ തൊലിയിലാണ്. ശരിക്കും ഇതിന്റെ തൊലിയാണ് തിന്നേണ്ടത്. തൊലി നമ്മൾ പശുവിന് കൊടുക്കും, പശു തിന്ന്, പശു വളരെ ആരോഗ്യവാനായിരിക്കും. അപ്പൊ ഇതെന്ത് വേണം? ഇതിന്റെ ഒരു മിനിറ്റ്, 1 മിനിറ്റ്. ഓക്കെ, ഫൈൻ. സോ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഒരു പഴം നിങ്ങൾ പറഞ്ഞ ആ പഴം തന്നെയാണ് പല സ്ഥലത്തും ഉണ്ട് ഈ പഴം. ദിസ് ഈസ് വെരി 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 ട്രിപ്റ്റോഫാൻ കണ്ടന്റ് ഈസ് വെരി റിച്ച് ഇൻ ദിസ്. ഓക്കെ. ഒരു ഖനയ്യ എന്ന് പറഞ്ഞൊരു സൈക്കാട്രിസ്റ്റ് ഉണ്ട് ഇവിടെ രാജസ്ഥാനിൽ. അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, പൈനാപ്പിളിനെ പറ്റിയിട്ടും. ഹി ഹിംസെൽഫ് എ സൈക്കാട്രിസ്റ്റ്. ഇപ്പൊ നമ്മൾ പറയുന്നതിനേക്കാളും സൈക്കാട്രിസ്റ്റ് പറയുന്ന ആൾക്കാർ വിശ്വസിക്കുള്ളൂ. കാരണം അവരുടെ മെഡിക്കൽ ഡിഗ്രി കൊണ്ട് അവർ പറയുന്നതാണ് ശരി. പക്ഷെ അത് കൃത്യമായിട്ട് പറയുന്ന പല ഡോക്ടേഴ്സും ഉണ്ട്. അതിൽ പെട്ടതാണെന്ന് ഇദ്ദേഹം. അപ്പൊ ഇതിന്റെ തൊലിയുള്ളത് കൊണ്ട് അപ്പൊ ഇതിന്റെ ഒരു തെറാപ്പറ്റിക് പർപ്പസിന് എന്ത് വേണം? ഇതിന്റെ തൊലി എടുത്ത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് പൊടിയാക്കണം. ഓക്കെ. എന്നിട്ട് ആ പൊടി കഴിക്കാൻ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊലി തിളപ്പിച്ച് വെള്ളം കുടിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ സെറാറ്റോണിൻ ഉണ്ടെന്നുള്ളതാണ്. കാരണം ട്രിപ്റ്റോഫാൻ അകത്ത് വന്നിട്ട് അമിനോ ആസിഡ് ആയി പരിവർത്തനം ചെയ്തതിനു ശേഷം അത് സെറോട്ടോണായിട്ട് മാറും. എസ്പെഷ്യലി ഈ ഡിപ്രസീവ് പേഷ്യൻസിന്, ഡിപ്രഷൻ ഒരു പരിധി വരെ, ഇഫ് ഇറ്റ് ഇസ് നോട്ട് മാനിക്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ CBT, ഓക്കെ, ഇന്റഗ്രേറ്റഡ് CBT വേണം ഉപയോഗിക്കാനാണ്. ഇന്റഗ്രേറ്റഡ് CBT ടെക്നിക്കും പിന്നെ അതേപോലെ തന്നെ ഫുഡും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡിപ്രഷൻ മാനേജ് ആവും ഒരുവിധം. വലിയ MDD ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും ബാക്കിയൊക്കെ മാനേജ് ആവും. കാരണം ഈ നെഗറ്റീവ് തോട്ട്സ് തന്നെ അതിന്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ നെഗറ്റീവ് തോട്ട്സ് ആർ മോസ്റ്റ്ലി അൺകോൺഷ്യസ്. ഓക്കെ. ദേ ആർ ഇൻവോളണ്ടറി. അതുകൊണ്ട് ആരോൺ ബെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോയിഡിന് എതിരായിട്ടുള്ള ആളൊന്നുമല്ല. ഫ്രോയിഡ് ഉള്ളത് കൊണ്ടാണ് എല്ലാ ബെക്കും ഉണ്ടായത്, ആരും അല്ലാതെ അല്ല. അതുകൊണ്ട് ഈ നെഗറ്റീവ് തോട്ട്സ് വരുന്നത് ദേ ആർ മോസ്റ്റ്ലി അൺകോൺഷ്യസ്, നോട്ട് മോസ്റ്റ്ലി, ദേ ആർ ഇൻവോളണ്ടറി. കാരണം ഞാൻ കരുതിക്കുട്ടി ചിന്തിക്കുന്നതല്ല. അപ്പൊ അത് യോഗയിലോട്ട് വരുമ്പോൾ അത് സംസ്കാരങ്ങളും ആസനങ്ങളൊക്കെ ആയിട്ട് വരും. അതിന്റെ കൊറിലേഷൻ യോഗയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, യൂങ്ങിയൻ സൈക്കോളജിയിലേക്ക് പോകുമ്പോഴും. അപ്പൊ ഈ ഇൻവോളണ്ടറി തോട്ട്സ് അത് നമ്മൾ അവയർനെസ് ആയിക്കണം. അവയർനെസ്, അതാണ് ആ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ വർക്ക് ചെയ്യുന്നത്. ബട്ട് വി ആർ നോട്ട് അവെയർ ദാറ്റ്. ഓക്കെ, വി ആർ നോട്ട് അവെയർ ഓഫ് ദാറ്റ്. സോ the negative automatic thoughts, the dysfunctional thought is mostly, they are not mostly, 99.5 they are involuntary thoughts. Okay, they comes without our permission. അങ്ങ് വരിക. അപ്പൊ എവിടുന്ന് വന്നു എന്നുള്ള നമ്മൾ ചിന്തിക്കണം. ഓക്കെ. അപ്പൊ ബനാനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അപ്പൊ അവിടെ നമ്മൾ CBT ഉപയോഗിക്കുകയും ഡയറ്റ് തെറാപ്പിയും കൂടെ വേണം. കൗൺസിലിംഗ് കൂടെ വരും. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യുന്നതൊക്കെ. യോഗയായാലും ശരി, സൈക്കോളജി ആയാലും ശരി, ഇന്റഗ്രൽ അപ്രോച്ച് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ തക്കാളിയിലും ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ പഴത്തിന്റെ പേര് പ്രാദേശികമായിട്ടുള്ള ഭാഷയിൽ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ കാഷ്യൂനട്ട്. ഞാൻ എപ്പോഴും ഒരു കാഷ്യൂനട്ടും കാര്യങ്ങളും എൻ്റെ അടുത്ത് വെക്കും. ഞാൻ ഇന്നങ്ങ് വർക്ക് ചെയ്യുമ്പോൾ ഓരോന്നും തിന്നുകൊണ്ട് നിൽക്കും.
നമ്മൾ ഇതൊക്കെ സ്വഭാവത്തിൽ, അതാണ് ഈ സെൻസ് ഓഫ് കൊഹറൻസ് എന്ന് പറയുന്നത്. എർണോൾഡ് എൻഡോസ്ലവി അദ്ദേഹത്തെ ശരിക്കും സമ്മതിക്കണം. എല്ലാ റിസോഴ്സും നമ്മൾ എടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല. വി ആർ നോട്ട് യൂസിങ് ദാറ്റ്. പിന്നെ എങ്ങനെ? പിന്നെ ഏറ്റവും കൂടുതലുള്ളത് ഇതാ ഈ പിന്നെ വാൾനട്ട്സിലാണ്. വാൾനട്ട്, ഓക്കെ, വാൾനട്ട് ഇതെന്താണ്ട് എഴുതിയിരിക്കുന്നത് ഈ ബ്രേക്ക് ഇറ്റ് യൂസ്. ഇത് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഈ വാതിലിന്റെ ഇടയിൽ ഇട്ടിട്ട് ഇങ്ങനെ ടക്ക് നോട്ട് പൊടിച്ച് അത് പൊട്ടും. അതുകൊണ്ട് ഞാനിവിടെ ബ്രേക്ക് ഇറ്റ് യൂസ് ഹിഞ്ച് ഓഫ് ദ ഡോർ എന്ന് എഴുതിയിരിക്കുന്നത്. ബദാം ഇതൊക്കെ കുറേശ്ശെ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് യു ഹാവ് ടു മേക്ക് എ ഡയറ്റ് തെറാപ്പി. ഇനി ആ ഡയറ്റ് തെറാപ്പിയും ചെയ്തിട്ട് സെൻസ് ഓഫ് കോഹറൻസ് സ്കെയിലും കൊടുത്ത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും കൊടുത്ത് നിങ്ങളൊരു സ്റ്റഡി ചെയ്യണം എല്ലാവരും. ഓക്കെ, ഫിയാസ്, ഐ ക്യാൻ സീ ഫിയാസ് ഹിയർ. കേൾക്കുന്നുണ്ടോ മോഹ? കേൾക്കുന്നുണ്ടാവും. കേൾക്കാം പക്ഷേ. നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റഡി ഓക്കെ ചെയ്യണം. സർ. മൈ ഓക്കെ വോയിസ് ഓക്കെ. ഇസ് ഓഡിയബിൾ. ഓക്കെ. നിങ്ങൾ ആരെങ്കിലും ഒരുപാട് സൈക്കോളജിസ്റ്റ് യോഗ നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഒരു സ്റ്റഡി ചെയ്യണം ഇതിനെ കുറിച്ചിട്ട്. ഇതുമാതിരി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു പ്രത്യേക അസുഖങ്ങൾ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഹൗ യുവർ സ്റ്റഡി സപ്പോർട്ട്സ് ആൻഡ് ദ സ്റ്റഡി സപ്പോർട്ട്സ് ഇറ്റ്സ് ഒതന്റിക്കലി യു പബ്ലിഷ് ദാറ്റ്. അങ്ങനെയുള്ള പിന്നെ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വരണം. മറ്റല്ലാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ കൾച്ചറായിട്ട് ബന്ധമില്ലാതെ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ അതും കൂടെ ഉൾപ്പെടുത്തുകൊണ്ട് ഇന്റഗ്രേറ്റ് ആയിട്ട് പഠിച്ച് ഇങ്ങനെ ഒരു ഡയറ്റ് തെറാപ്പി ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ വെണ്ണിറ്റ പഴത്തിന്റെ കാര്യം, അതിന്റെ പൊടി പൊടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ കുറച്ച് ബദാം കൊടുത്തു, പിന്നെ കുറച്ച് ചോറ് കൊടുത്തു. അങ്ങനെ മോർ ആൽക്കലൈൻ ഫുഡ് ആൻഡ് ലെസ് അസിഡിക് ഫുഡ്. ദെൻ CBT കൊടുത്തു. ഓക്കെ, ഡിപ്രഷന് സാധാരണതാണല്ലോ കൊടുക്കുന്നത്. പിന്നെ ഈ ബിഹേവിയറൽ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇമേജറി ടെക്നിക്. ആദ്യം ഇമേജറി ടെക്നിക് ഒന്നും വലിക്കില്ല അവർക്ക് കേട്ടോ. ഡിപ്രഷൻ വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇമേജറി വേറെ എന്തെങ്കിലും ഇമേജറി കാണുന്നവർ. അപ്പോൾ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇന്റൻസിറ്റി ഓഫ് ദാറ്റ് ഡിപ്രഷൻ. So everything we should know how we have to assess that the intensity of the depression we assess, then we go for that. So അവിടെ പറയുന്നത് സെറാട്ടോണിന്റെ കാര്യത്തിനെ പറ്റി മാത്രമേ ഞാൻ അവിടെ പറയുന്നത്. ഈ സെറാട്ടോണിൻ കുഴപ്പമായി കഴിഞ്ഞാൽ ഡിപ്രഷൻ ആവുന്നു. നല്ല കൃത്യമായിട്ട് സ്റ്റഡികൾ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എന്തെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു. ഇങ്ങനെയുള്ള പ്രോട്ടീൻ കണ്ടന്റ്സും ആന്റി ഓക്സിഡന്റ് ഫുഡ് എന്തൊക്കെയാണോ അത് നമുക്ക് ലഭ്യമാകാത്ത കാര്യങ്ങളൊന്നും നമ്മൾ PPT പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് അവക്കോടൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഉള്ളത് നമ്മളടുത്ത് എന്തൊക്കെയുണ്ട്. ഇപ്പൊ മുരിങ്ങയുടെ ഇലയൊക്കെ അതൊക്കെ ഉള്ളത് കൊണ്ട് എങ്ങനെ പറ്റും, ആൻഡ് ഹൗ ഇറ്റ് എഫക്ട്സ് ദ സൈക്കി. ദാറ്റ് ഈസ് സൈക്കോ ന്യൂട്രീഷൻ. അപ്പൊ ഇവിടെയൊക്കെ പിന്നെ അതേപോലെ തന്നെ ഈ ഇപ്പോഴത്തെ വലിയൊരു ഇത് വരുന്നത് നമ്മൾ ഈ ഉലുവ ആദ്യം വെള്ളത്തിലിടണം. ഞാൻ തന്നെ അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെ പറയാം, വെള്ളത്തിലിട്ടിട്ട് ഒരു ദിവസം വെള്ളത്തിലിടുക, എന്നിട്ട് രാവിലെ അതിന് തുണി കെട്ടി വെക്കുക. തുണി കെട്ടി വെച്ചിട്ട് 3-4 ദിവസം കഴിയുമ്പോൾ അത് ശരിക്കും മുളക്കും. ഉലുവേനെ ഒരുപാട് കാര്യം കണ്ടു. പ്യുവർ സ്റ്റീരോയിഡ് ഹാർമോൺ ഉണ്ടാക്കുന്നു. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഹാർമോൺ അല്ല. സ്റ്റീരോയിഡ് ഹാർമോൺ ഉണ്ടല്ലോ, ഈ പിന്നെ ഇതിന്റെ നമ്മുടെ സെല്ലിലേക്ക് പോകുന്നത് 2 തരം. ഒന്ന് പാസീവ് ട്രാൻസ്പോർട്ടഡ്, ഒന്ന് ആക്റ്റീവ് ട്രാൻസ്പോർട്ടഡ്. ഓക്കെ, ഈ സ്റ്റീറോയിഡ് ഒറിജിനൽ ആയിട്ട് വരുമ്പോൾ എല്ലാം ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ചില കയറാൻ മടിക്കുന്നത് വരെ ഇൻസുലിൻ അഥവാ കയറാൻ പറ്റില്ല, അതിനും കൂടെ കയറ്റും. ഇതിന്റെ ഉപയോഗ കാര്യങ്ങൾ, അതിന്റെ ഗുണപ്രദങ്ങളെല്ലാം നമ്മൾ ട്രഡീഷണലി പഠിക്കണം, സയന്റിഫിക് ആയിട്ട് പഠിക്കണം. എന്നിട്ട് അതിന്റെ കൂടെ ചേർക്കുന്നതാണ് തേങ്ങ നല്ലതുപോലെ ചേർക്കണം. തേങ്ങ അത്ര തന്നെ തേങ്ങയും. ഇപ്പൊ തേങ്ങയും നമ്മുടെ ഉലുവ മുളക്കണം കേട്ടോ. മുളക്കുക തേങ്ങ. എന്നിട്ട് അതിൽ കുറച്ച് ഒരു നുള്ളു മഞ്ഞൾ കൊണ്ട് ഉപ്പിടരുത്. എന്നിട്ട് ചിലവർക്ക് അത് കയ്പുണ്ടാവില്ല, തേങ്ങയുടെ മധുരം കൊണ്ട് കയ്പുണ്ടാവില്ല. അതെന്ത് ചെയ്യണം, അത് സെക്ഷൽ ആയിട്ടുള്ള ഡെബിലിറ്റിക്കൊക്കെ വളരെ നല്ലതാണ്. ഈ സെക്ഷൽ ഹാർമോൺസ് ന്യൂറോ ട്രാൻസ്മിറ്റർ പാട് ബന്ധമുണ്ട്. അത് നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യമല്ല, നിങ്ങൾക്ക് അറിയാം വിച്ച് ന്യൂറോ ട്രാൻസ്മിഷൻ ആൻഡ് ഹാർമോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ഓക്കെ, ഗൊണാഡോട്രോപിക് ഹാർമോൺ when you talk about this one, and neurotransmitters also. ഓക്കെ, അപ്പൊ അവിടെ അത് എന്ത് ചെയ്യണം, അത് ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെങ്കിലും രോഗം ഉണ്ടെന്ന് അത് തിന്നാം. ഇപ്പൊ ഞാൻ തിന്നാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഐ മൈസെൽഫ് ഈസ് ആൻ എക്സ്പീരിയൻസ്, ദാറ്റ് ഈസ് വൈ ഐ ആം ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അപ്പൊ അത് ചിലവർക്ക് പച്ച തിന്നാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സ്റ്റീമിൽ ഉപയോഗിക്കണം. അപ്പൊ അതിന്റെ കണ്ടൻസ് ഒന്നും പോകില്ല. ഇങ്ങനെ യു ഹാവ് ടു പ്രിപ്പയർ എ സൈക്കോ ന്യൂട്രീഷ്യസ് ഡയറ്റ് പ്രോഗ്രാം പ്ലസ് തെറാപ്പി. ഓക്കെ, ഇത് ബാലകൃഷ്ണന്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോ കണ്ടോ, ചിലവർ വിചാരിക്കും കാരണം ഈ മുട്ടയും പാലും തന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇതാവും. ഇദ്ദേഹത്തിന്റെ പേരാണ് ഗുലാം മുഹമ്മദ് ഗാമ. ഓക്കെ, എല്ലാം നമ്മൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കണം. ഗുലാം മുഹമ്മദ് ഗാമ എന്ന് പറയുന്നത് 1200 കിലോഗ്രാം വെയിറ്റ് പൊക്കി. നമ്മൾ ഇന്ത്യനായിരുന്നു. പിന്നീട് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയി, അവിടെ മരിച്ചു.
1200 കിലോഗ്രാം വെയിറ്റ് പൊക്കിയെടുത്താണ് നോക്കുന്നത്. ഇദ്ദേഹം വെളുത്തുള്ളി ഒന്നും കഴിക്കില്ല. എപ്പോഴും ഇയാളെ കഴിച്ചൊരു ഗതയൊക്കെ ഉണ്ടാവും. ഇദ്ദേഹത്തെ പറ്റി പഠിക്കണം കേട്ടോ. ഇതൊക്കെ ഒരു സൈക്കോ ന്യൂട്രീഷൻ കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം എല്ലാവർക്കും. ഒരാളും ലോകത്തിൽ ഇന്ന് വരെ 1200 കിലോഗ്രാം പൊക്കിയിട്ടുള്ളതാണ്. അത് നമ്മുടെ കാമേ പൊക്കിയിട്ടുണ്ട്, ഇന്ത്യ. അത് ആ കല്ല് ഇപ്പോഴും ബറോഡ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്കൊരു ഭയങ്കര മോട്ടിവേഷൻ തരുന്ന കാര്യമല്ലേ. ഓക്കെ, അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ കിട്ടില്ല, മറ്റേ കിട്ടില്ല, കാര്യങ്ങൾ ഇതൊന്നും ഇല്ലാതെ മുഴുവൻ ഇതിന് പ്രോട്ടീനും കാര്യങ്ങളും കാർബോഹൈഡ്രേറ്റ് ഇല്ലാതെ കുസ്തി പിടിക്കാൻ പറ്റുമോ? ഓടുന്നവരാണെന്നെങ്കിൽ പോട്ടെ, കാർബോഹൈഡ്രേറ്റ് കൂടുതൽ വേണമെന്നുള്ളത്. ഒരു ഉദാഹരണം ഇതാണ്. കാരണം ചിലവർ ഇങ്ങോട്ട് എന്നോട് ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരവാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ഡയറ്റ് പ്രോഗ്രാം തന്നെയുണ്ട്. കാരണം ഡെയിലി 15 ലിറ്റർ മിൽക്ക് ഗുസ്തി ചെയ്യണല്ലോ ഇയാൾക്ക്. പിന്നെ 750 ഗ്രാം ക്രഷ്ഡ് ആൽമണ്ട് ബദാമയിൽ ചതച്ചിടും. എന്നിട്ട് ഇത് കഴിക്കുക അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഡയറ്റ് പ്രോഗ്രാം അങ്ങനെയാണ്. അതേപോലെ തന്നെ ഈ കാൾ ലൂയിസ്, ഇത് കേട്ടിട്ടുണ്ടാവും. ഇദ്ദേഹം 10 യുവാസ് വിജെ, ഓക്കെ, ലെന്റിൽസ് ഒക്കെയാണ് ഒരുപാട് കഴിക്കുക. ഇദ്ദേഹം ഓടിയിട്ട് 10 ഗോൾഡ് മെഡൽ കിട്ടി. ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്, മരിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ മറേ റോസ്, യു വാസ് എ ഗ്രേറ്റ് സ്വിമ്മർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും സൺഫ്ലവർ സീഡ്സ് ആണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കഴിക്കുക. ഓക്കെ, അൺപോളിഷ്ഡ് റൈസ് ഒക്കെ. പിന്നീട് നമ്മുടെ വില്യംസിന്റെ സിസ്റ്ററാണ്, സെറീന വില്യംസ്. ഇവർക്ക് എന്തായാലും പറയാം, പാകത്തിന് എന്തെങ്കിലും അത് സലൈവറി ഗ്ലാൻസ് പുറപ്പെടുപ്പിക്കാതെ രസവും. അത് ഈ ആഹാരം കഴിച്ച ഉടനെ, വെജിറ്റേറിയനിലേക്ക് വന്ന ഉടനെ അതും പോയി എന്നുള്ളതാണ്. അപ്പൊ ഇത് തെളിയിക്കുന്നത് വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻസോ കാർബോഹൈഡ്രേറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. എന്തുകൊണ്ട്? ബിക്കോസ് ദിസ് ഗ്രേറ്റ് സ്പോർട്സ്മാൻ പ്രൂവ്ഡ് ഇറ്റ്. ഇനി പിന്നെ രണ്ടാമത്, നമ്മൾ കഴിക്കുന്നവർ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഒക്കെ പോവും. നമ്മൾ മൈദ, ഷുഗർ, വൈറ്റ്, പൊറോട്ട ഇല്ലാതെ ആരും കഴിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾക്ക് സെൻസ് ഓഫ് കൊഹറൻസ് ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വി ലാക്ക് ദാറ്റ്. കാരണം എല്ലാത്തിന്റെ യുക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും യുക്തിപരമായിട്ടുള്ള ചിന്ത നമ്മളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അവിടെ ആരോൺ എൻഡ്രോസ്കോവിയെ പൂട്ട് ചെയ്യണം. അദ്ദേഹം പറയുന്നത് സെലുട്ടോജെനിസിസ് ആണ് പ്രാധാന്യം, പാത്തോജെനിസിസ് അല്ല. നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ മൈദ, ഷുഗർ, വൈറ്റ് പൗഡർ, സാൾട്ട്, ഇതൊക്കെ മോശമാണ്. മൈക്രോവേവ്ഡ് ഫുഡ് ഇത് നിങ്ങൾ എത്ര പേര് കഴിക്കുന്നുണ്ടോ കഴിക്കാതെ, ഇതൊക്കെ ന്യൂറോ ഡീജനറേഷൻ ഉണ്ടാക്കും. യാതൊരു സംശയമില്ല കാര്യത്തിൽ, ഒരു സംശയമില്ല കാര്യത്തിൽ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ എന്ത് വേണം? വി ഹാവ് ടു ഡെവലപ്പ് അവർ സെൻസ് ഓഫ് കൊഹറൻസ്. ഇത് നമുക്കൊന്ന് വേഗം ജസ്റ്റ് ഒന്ന് പോവാം. നമുക്ക് സ്ട്രെസ് വേണം. സ്ട്രെസ്സിന്റെ മുകളാണ് ഈ 2 സൈക്കോന്യൂറോ ഇമ്മ്യൂണോളജി സെലുട്ടോജെനിസിസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഓപ്റ്റിമൽ ലെവൽ ഓഫ് സ്ട്രെസ് നമുക്ക് വേണം. അത് ചെറിയ തിരമാലകളെ പോലെയാണ്, വന്ന് വലിയ തിരമാലായിട്ട് വരും. ഈ സ്ട്രെസ്സിന്റെ പറയുമ്പോൾ നോക്ക്, ഈ സ്ട്രെസ് എമർജൻസി പർപ്പസിൽ ഉപയോഗിക്കേണ്ടതാണ്. എല്ലാവരും മനസ്സിലാക്കണം. എവരി സൈക്കോളജിസ്റ്റ് ആൻഡ് കൗൺസിലർ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്, ഇൻക്ലൂഡിംഗ് യോഗ പീപ്പിൾ. എന്താണെന്നറിയോ? ഈ സെൻസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റിന്റെ സമയത്താണ് ഉപയോഗിക്കേണ്ടത്. ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ സാഹചര്യം വരുമ്പോൾ ഈ പട്ടി ഓടുന്നുണ്ട്, അപ്പൊ എന്തായാലും സ്ട്രെസ് വേണം. അതേസമയം ആരെങ്കിലും രാത്രി 12 മണിക്ക് മൊബൈലിൽ മുട്ടുകയോ ട്രാഫിക് ജാമിൽ വരികയോ ഇങ്ങനെയുള്ള ചെറിയ സ്ട്രെസ്സുകളുണ്ട്. അവിടെ പേ പിടിച്ച പട്ടി ഓടുകയോ മൂർഖൻ പാമ്പ് നിങ്ങളുടെ പിറകെ ഓടുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡി എന്ന് പറയുന്നത്, ഇപ്പൊ കോവിഡ് ഒന്നും വിചാരിക്കാം. കോവിഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. പക്ഷെ 2ാമത്തെ 3ാമത്തെ ദിവസം നമുക്ക് സെൻസ് ഓഫ് കൊഹറൻസ് വരും. നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ആ സ്ട്രെസ് നമ്മളെ ഉപദ്രവിക്കില്ല. പക്ഷെ ഇപ്പോഴും പറയുന്ന സ്ട്രെസ്സിന്റെ പേരാണ് ആസിഡ്സ്. സ്മോൾ സ്ട്രെസ് പടക്കം വരിക. ആ സ്മോൾ സ്ട്രെസ് എന്താവും? കൃത്യമായിട്ട് അത് നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഇപ്പൊ ട്രാഫിക് ജാം ആവുക, ഓഫീസിൽ പെട്ടെന്ന് നേരെ എത്താൻ വൈകി കഴിഞ്ഞാൽ പെട്ടെന്നാവുക. അവിടെ ആ ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഒക്കെ ഒരു പേപ്പട്ടി പോകുന്ന പോലെ ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെ? വന്നു പോയി. എല്ലാത്തിനും ഓരോ നമ്പർ കൊടുക്കുക. 10 എല്ലാം കൂടെ ഒരു ദിവസം 100 ആവും. 100 ആകുമ്പോഴെന്താവും? The hassles, the small stresses that we face every day are very dangerous, and that is one of the cause for coronary heart disease എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള സ്ട്രെസ്സുകളെ അവിടെ ഒരു പേപ്പറ്റോ കാര്യങ്ങൾ വരുന്നില്ല. അതിന് കൃത്യമായിട്ട് നിങ്ങൾ എടുക്കണം. ഇപ്പൊ ട്രാഫിക് ജാമിൽ പോയി കഴിഞ്ഞാൽ ട്രാഫിക് ജാം ആകുമ്പോഴല്ലേ ട്രാഫിക് ജാം ശരിയാവും.
ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ 24 മണിക്കൂർ ട്രെയിൻ ലേറ്റ് ആയിട്ട് നോക്കുമ്പോൾ ചിലർക്ക് ഭ്രാന്ത് വരാൻ തുടങ്ങും. ആ ഭ്രാന്ത് വരുമ്പോഴും പേപ്പറ്റിയോടെ അതേ ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാവുക. ഇത് മനസ്സിലാക്കണം. ഇത് പറഞ്ഞ് ഞാനല്ല, എസ് എ സെലയാണ്, ആൻഡ് സെലെ. അതിനെ പറ്റിയിട്ട് വളരെ വലിയ നമ്മളെ ഉതുപ്പ ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ട് നമ്മളെ ഇന്ത്യയിലത്തെ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഓർഗാനിക് ഫേസ്, പിന്നെ സൈക്കിക് ഫേസ്, ഇങ്ങനെ ഓരോരോ എക്സോഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് സ്മോൾ സ്ട്രെസ്സിനെ അധികം നമ്മൾ കാര്യമാക്കരുത്, അധികം നമ്മളതിനെ ഉണ്ടാക്കരുത്. കാര്യമാക്കരുതല്ല, ഉണ്ടാക്കരുത്. കാരണം ഇറ്റ് ഹാസ് എ നെഗറ്റീവ് ഇമ്പാക്ട്. ഇതിന്റെ മുകളിലാണ് സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റി വരും അതിന്. ഇപ്പൊ കണ്ടു, ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ഇനിയിപ്പോ നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഈ മനസ്സിൽ എങ്ങനെയാണ് ഈ കോപം വരുന്നത് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ, എവിടെയാണെന്ന് അറിഞ്ഞൂടാ. മനസ്സിലെവിടെയോ വരുന്നു. ചിലവർ പറയുന്ന അമിഗ്ഡലയാണ്, എങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഒരു കൃത്യമായിട്ട് ഓർമ്മിക്കണം, മനസ്സിനെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ മനസ്സിൽ നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് അത് സ്വാധീനിക്കുന്നത് ബ്രത്തിനാണ്. ബ്രത്ത് ബിക്കംസ് ഫാസ്റ്റർ. എല്ലാവരും ഓക്കെ. ഇനി ഈ ബ്രത്ത് ബിക്കം ഫാസ്റ്റർ എന്ന് പറയുമ്പോൾ ഇത് യോഗ സൈക്കോളജിയാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അതുകൊണ്ട് പലവരും യോഗ പോലെയല്ല ഡീപ് ബ്രീത്തിങ് അങ്ങനെയൊന്നും പറഞ്ഞ് ഇതിനെ കൊല്ലരുത് ആരും, പ്ലീസ്. ഡീപ് ബ്രീത്തിങ് ഒന്നും അല്ലല്ല, ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. ഓക്കെ, ദ ബ്രത്ത് മീൻസ് ബ്രത്ത് ബിക്കംസ് ഫാസ്റ്റർ എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് റേറ്റ് ഏകദേശം 12 മുതൽ 16 വരെയാണ്. അതെന്താവും, ദേഷ്യം വരുമ്പോൾ 20, 22, 23, 24 ഒക്കെ. ഇനി ഇങ്ങനെ ഈ ബ്രത്തിന്റെ റേറ്റ് ഫാസ്റ്റ് ആവുമ്പോൾ, ഐ ഹോപ്പ് എവരിബഡി ക്യാൻ ഹിയർ മീ, എന്താവും, ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ മസിൽസ് മുഴുവൻ കോൺട്രാക്ട് ആവും. ഈ നെറ്റിത്തടക്കം നമ്മൾ അപ്പോഴും ചുരിച്ചു പോകും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ നല്ലൊരു സെൻസ് ഓഫ് കോഹറൻസിൽ മൈൻഡിനൊക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ട് എന്ത് സംസാരിക്കുമ്പോൾ നെറ്റിത്തളം ചുളുക്കുന്നുണ്ടോ നോക്കണം, അതിനെ റിലാക്സ് ആക്കാൻ നോക്കണം. ബിക്കോസ് ദ മൈൻഡ് കനോട്ട് വർക്ക് വിത്തൗട്ട് മസിൽസ്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇയാൾ കണ്ടോ, അപ്പൊ അവിടെ വരുന്നുണ്ട് കോപമുദ്ര, ജസ്റ്റർ മാറി. അപ്പൊ അതിന്റെ അർത്ഥം മൈൻഡിനെ നിയന്ത്രിക്കാൻ പോകാതെ മൈൻഡിനെ പഠിക്കുകയാണ് വേണ്ടത്. അതാണ് മൈൻഡ്ഫുൾനെസ്. യോഗം അതാണ് പറയുന്നത്. ഓക്കെ, അതാണ് യോഗ സൈക്കോളജി മോർ എംഫസിസ് അപ്പോൺ ദാറ്റ്. അപ്പൊ ആ മൈൻഡിനെ കാണാതെ കൊണ്ട് ബ്രീത്തിങ്ങിന്റെ ശ്വാസത്തിന്റെ ഗതി വളരെ കൂടുന്നുണ്ട്. ആ സമയത്ത് കൂടും. പലപ്പോഴും നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ ഓരോ ചിന്തക്കും, അത് നല്ലതായാലും മോശമായാലും, ദർ ഈസ് ഇറ്റ് ഇൻഫ്ലുവൻസസ് അപ്പോൺ ദ ബ്രെത്ത്. ഓക്കെ, ഇമോഷൻസ് നല്ലതായാലും മോശമായാലും അത് ശ്വാസത്തെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ബാധിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം. ഓക്കെ, അതിന്റെ മാനിഫെസ്റ്റേഷൻസ്, ആവിഷ്കാരങ്ങൾ നമ്മുടെ മാംസപേശികൾ കാര്യങ്ങളിലൊക്കെ വരും. അപ്പൊ ഇവിടെ യോഗ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യണം, മൈൻഡിനെ കൺട്രോൾ ചെയ്യാനാവില്ല. എന്തുകൊണ്ട്, യു കനോട്ട് സീ ദ മൈൻഡ് ആൻഡ് യു കനോട്ട് ടച്ച് ദ മൈൻഡ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ഗോ ഫോർ ദ അതർ പ്രാക്ടീസസ്. അവിടെയാണ് പ്രാണായാമത്തിന്റെ പ്രാക്ടീസ് വരുന്നത്. ആൻഡ് പ്രാണായാമ ഈസ് നോട്ട് deep breathing, it is a slow, gentle, prolonged breathing. Slow, gentle and prolonged breathing. അങ്ങനെ പതുക്കെ നമ്മൾ ശ്വാസം മൂക്കിലേക്ക് കൊണ്ട് എടുക്കുമ്പോൾ ശ്വാസത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് മാത്രമേ കേൾക്കാവൂ. So that the abdomen, the chest and above the clavicular areas completely filled up. അതാണ് ഇതിന്റെ പ്രോസസ്. ഇനി അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാൻ ഇപ്പൊ പറയാം. അതിന്റെ പേരാണ് ആദ്യം ഈ ഉദര ശ്വസനക്രിയ എന്ന് പറയും, അബ്ഡോമൻ. ഇതെല്ലാം പഠിക്കണം നിങ്ങൾ എല്ലാവരും കൂടെ. ഇതിനെപ്പറ്റി നമുക്കൊരു പ്രത്യേക സെമിനാർ വേണമെന്നുണ്ടെങ്കിൽ അത് ഡോക്ടർ സുവർദ ഹാസ് ടു ഡിസൈഡ്. സോ ഐ വിൽ കം ആൻഡ് ടീച്ച്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ശ്വാസം മേലിൽ എടുക്കുമ്പോഴത്തെ ഈ അബ്ഡോമിനൽ റീജിയൻ, ഈ ഭാഗം പൊങ്ങണം. ഇത് പൊങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ബുക്കൊക്കെ വെച്ചിട്ട് നമ്മൾ പൊക്കും. ഇതാണ് ശ്വാസം എടുക്കുമ്പോഴും ഈ അബ്ഡോമൻ ഡയഫ്രം ശരിക്ക് പൊങ്ങുകയും താഴുകയും ചെയ്യണം. എന്താണ്, ഈ ഉച്ഛ്വാസ വായിലെ കൂടെ 60% ടോക്സിൻസ് പോകുന്നില്ല നമ്മളെ. ഓക്കെ, എന്തെല്ലാം ഹെൽത്ത് കാര്യങ്ങൾ നമ്മൾ എഡ്യൂക്കേഷനിൽ പഠിക്കുന്നു നോക്കും. അഗൈൻ സൈലറ്റോജെനിസിസ്, ഓക്കെ, സെൻസ് ഓഫ് കോഹറൻസ്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് പോലും ചെയ്യാത്തവരുണ്ട്. അത് വേറെ കാര്യം. ഓക്കെ, ഇനി എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കെല്ലാം അറിയാം ക്രാനിയൽ നെർവ്സ്. യു നോ there are 12 pairs of cranial nerves and 31 pairs of peripheral nerves. And peripheral nerves constitute our sympathetic and parasympathetic nervous system. Okay, and here actually what happens, you know, when you do this cranial nerve ഉണ്ടല്ലോ, ഈ cranial nerve അതിലൊരു വാഗസ് നെർവ് ഉൾപ്പെടുന്നുണ്ട്. വാഗസ് നെർവ് കാരണം വാഗസ് നെർവ് വരാൻ കാരണം തന്നെ അതൊരു വാഗബോണ്ട് മാതിരിയാണ്. ചുറ്റിത്തിരിഞ്ഞ് തെരുവ് തണ്ടി പോലെ അങ്ങനെ പോകും. പക്ഷെ ഇദ്ദേഹം പോകുന്നതെല്ലാം നല്ല നല്ല അവയവങ്ങളിലെ കൂടിയാണ്. എല്ലാം പോയി ഹാർട്ട്, ലങ്സ് എല്ലാത്തിലും ഉണ്ട്. ഈ ഒരൊറ്റ
ക്രാനിയൽ മാത്രമേ തലച്ചോറിൽ നിന്ന് ശരീരമാകെ വ്യാപിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം ചെസ്റ്റിന്റെ അടുത്ത ഓപ്റ്റിക് നെർവ്, ഫേസൽ നെർവ്, പിന്നെ മറ്റേ ഇന്റർകോസ്റ്റൽ നെർവ് ഒക്കെ ഇവിടെ ഏകദേശം ചെസ്റ്റിന്റെ അടുത്ത് അവസാനിച്ചു. ബട്ട് ദിസ് നെർവ് കണ്ടിന്യൂസ്. ഓക്കെ, നോക്ക്, അതിവിടെ ഞാൻ എസെറ്റോകോളിനെ പറ്റി എഴുതിയിട്ടുണ്ട് ഇവിടെ. ഈ ഒരു ബ്രീത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? സ്ലോഡ് ഹാർട്ട് റേറ്റ്, ഡൈജഷൻ, സ്ലോഡ് റെസ്പിറേറ്ററി റേറ്റ്, സ്ലീപ്, ആൻഡ് ബൈ ദ റിസൾട്ട് ഓഫ് എസെറ്റോകോളിൻ. ദിസ് വാസ് ദ ഫസ്റ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഡിസ്കവേർഡ് ബൈ ദിസ്. അപ്പൊ ഇവിടെ ഇത് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ശ്വാസം എടുക്കുന്നതായിരിക്കാം. അപ്പൊ ശ്വാസം ഇങ്ങനെ എടുക്കുമ്പോൾ എന്താവും? വയറിങ്ങനെ പോകുമ്പോൾ നമ്മുടെ വാഗസ് നെർവ് അങ്ങനെ പൊങ്ങും, അങ്ങനെ താവും. ദിസ് റിതമിക് മൂവ്മെന്റ്, ദിസ് റിതമിക് പ്ലസന്റ് മൂവ്മെന്റ് ഈസ് the vagus nerve gives information to the brain. And vagus nerve ന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? It is an activator of parasympathetic nervous systems. അത് എങ്ങനെയാണ് ശ്വാസം എടുക്കേണ്ടത്? വളരെ പതുക്കെ മൂക്കിലേക്ക് മുറിയാൻ പാടില്ല, ശ്വാസം മുറിയാൻ പാടില്ല. വളരെ പതുക്കെ ശ്വാസം എടുക്കുമ്പോൾ വയറങ്ങനെ പൊങ്ങി വരണം പരമാവധി. ആദ്യം പഠിച്ചെടുക്കണം. അപ്പൊ ദിസ് പ്ലസന്റ് റിതമിക് മൂവ്മെന്റ് വിൽ കമ്മ്യൂണിക്കേറ്റ്. ഇതാണ് നമ്മുടെ അലാൻ ഹീംസ് MD. അദ്ദേഹം എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു വലിയ പ്രാക്ടീസ്, പിന്നെ എക്സ്പെരിമെന്റ് ചെയ്തു. ഈ കാർഡിയോ വസ്കുലർ ഡിസീസ് മുഴുവൻ നോക്കുമ്പോൾ അവരെല്ലാം തൊറാസിക് ബ്രീത്തേഴ്സ് ആണ്, നെഞ്ചുകൊണ്ട് ബ്രീത്ത് ചെയ്യുന്നവർ. ഈ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ഇല്ല. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പേരാണ് അലൻ യെസ്. അദ്ദേഹം എന്ത് ചെയ്തു? ബ്രീത്തിങ് പാറ്റേൺസ് ഫൗണ്ട് ഇൻ ഹാർട്ട് അറ്റാക്ക്. The patients were habitual thoracic breathers. No diaphragmatic breathing was detected. He just changed the breathing pattern. അതുകൊണ്ടാണ് ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് നമ്മൾ സൈക്കോളജിയിലും യോഗയിലും എന്ന് പറയാൻ കാരണം. അപ്പൊ നമ്മൾ ആ പതുക്കെ ശ്വാസം എടുക്കുമ്പോൾ altering the thoracic pattern to diaphragmatic breathing could increase the efficiency of ventilation, means the process of breathing, resulting in a decrease in the amount of work required by the cardiopulmonary system. ഇപ്പൊ നമ്മളിങ്ങനെ ശ്വാസം എടുത്തെടുത്ത് പഠിക്കുമ്പോൾ അതിനിടയിൽ ബ്രീത്തിങ് റേറ്റ് കുറയുന്നുണ്ട്. കാരണം അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ 3, 4, 5 തവണ നമ്മൾ ബ്രീത്ത് ചെയ്യുമായിരുന്നു. ഓക്കെ, യെസ്. സോ ഹി ജസ്റ്റ് ചേഞ്ച്ഡ് ദി thoracic pattern of breathing and concentrated, focused upon awareness upon the diaphragmatic breathing. അതിലൂടെ എന്ത് പറ്റി? പാരാസിമ്പത്തറ്റിക് ആക്ടിവേഷൻ. പാരാസിമ്പത്തറ്റിക് ആക്ടിവേഷൻ നമുക്ക് വളരെ കുറവാണ് ഇപ്പോഴും. കാരണം ചെറിയ സ്ട്രെസ് കൊണ്ട് സിമ്പത്തറ്റിക് ആക്ടിവേഷന്റെ ഇന്റൻസിറ്റി കൂടി വരികയാണ്. അത് വരാൻ കാരണം നമുക്ക് അറിവുണ്ടായിട്ട് പോലും നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത് നമ്മൾ പറയുമ്പോൾ ഈ 3 ഡൊമൈനിലും നമ്മൾ ഒരുപോലെ ആക്കാൻ നോക്കണം. കോഗ്നിറ്റീവ് മൈൻഡ്, ഇത് 3ഉം ഒരുപോലെ ആക്കാൻ നോക്കണം. ഓക്കെ, ചിലവരെ ബുദ്ധി മാത്രം കൂടി കഴിഞ്ഞാലും കുഴപ്പമായിക്കും. എഫക്റ്റീവ് മൈൻഡ്, ഇമോഷൻസ് കണ്ട ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലാണ്ടായിരിക്കും. കോഗ്നിറ്റീവ് തന്നെ ബിഹേവിയർ, റെസ്റ്റ്ലെസ് ബിഹേവിയർ, ഫാസ്റ്റ് ബസ്, സ്പീച്ച്ലെസ്, റെസ്റ്റ്ലെസ്. ഇതിന് മൂന്നിനും നമ്മൾ എന്ത് വേണം? ഈ 3ന്റെയും കേന്ദ്രീകരിച്ച ചില പ്രാക്ടീസാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. ഓക്കെ, ഇനി ഒരു മെഡിറ്റേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇതിന്റെ പേരാണ് കായോസർഗാണ്. ഇതെല്ലാവരും ഇങ്ങനെ നിൽക്കുക. ഓക്കെ, നിന്ന് കഴിഞ്ഞിട്ട് 2 കൈയും തൂക്കിയിടുക. ഇതൊരു ജൈന മെഡിറ്റേഷൻ ആണ്. ഇത് കായോസർഗ. ഭയങ്കരമായിട്ടുള്ള ഇന്റേണൽ അവയർനെസ് വരും. അവയർനെസ് വേണം ആദ്യം. 2 കണ്ണും അടച്ചിട്ട് അവിടെ നിൽക്കണം. എപ്പോഴും ഈ താടി തറയിൽ സമാന്തരമായിട്ട് വെക്കുക. കൈ 2 തൂക്കിയിടുക. ഇത് 2 കാല് ഏകദേശം ഈ ഷോൾഡറിന് കുറച്ച് അല്പകലത്തിൽ വെക്കണം. എന്നിട്ട് കണ്ണടച്ച് നിന്നിട്ട് ഈ കണ്ണടച്ച് നിൽക്കുമ്പോൾ ഒരു മൈക്രോ മൂവ്മെന്റ്സ് ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും നിന്ന് നോക്കുക നാളെ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. മൈക്രോ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന സ്ഥലത്ത് നിന്ന് ശരീരം മുമ്പോട്ടും വരില്ല, പുറകോട്ടും പോകില്ല. പക്ഷെ എന്നാലും മൂവ്മെന്റ് ആവും. ഈ മൂവ്മെന്റ് 1 മിനിറ്റ് വരെ നിന്നിട്ട് എണ്ണണം നിങ്ങൾ. ഓക്കെ, ഒരുപാട് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അത് വെർട്ടിഗോമെന്റ് ആയിരിക്കും. മറ്റല്ലാതെ മൂവ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബോഡി സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് അറിഞ്ഞൂടാ. Until and unless you retain the stability of the body, you cannot control the mind. And that is what yoga psychology says. It is right. അറ്റ്ലീസ്റ്റ് എങ്ങനെ ഇരിക്കാം? അനങ്ങാതിരിക്കാൻ പറ്റും. നിങ്ങൾക്ക് 1 മിനിറ്റ് അനങ്ങാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മിണ്ടായിരിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ മിണ്ടിപ്പോകും നമ്മള്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ മൗന ഈസ് എ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. ബ്രെത്ത് അവയർനെസ് ഈസ് എ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. ആൻഡ് ഇമേജറി ടെക്നിക് ഈസ് എ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ഈ മൈക്രോ മൂവ്മെന്റ്സ് വേണം. അപ്പൊ ആദ്യം നിങ്ങൾക്കൊരു 25 തവണ
മൈക്രോ മൂവ്മെന്റ്സ്. ഈ നിന്നതിൽ നിന്ന് ശരീരം മുമ്പോട്ടോ പുറകോട്ടോ വരില്ല, പക്ഷെ മൈക്രോ മൂവ്മെന്റ്സ് അനുഭവപ്പെടും അങ്ങോട്ടും ഇങ്ങോട്ടും. അതിങ്ങനെ എണ്ണുക. അപ്പൊ അങ്ങനെ ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 25 കുറഞ്ഞു 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 വരും. അപ്പോഴവിടെ എന്താണ്, നിങ്ങൾ കംപ്ലീറ്റ്ലി സെൻസറി അവയർനെസ് ആണ്. ഇത് മൈൻഡ്ഫുൾനെസ് ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ്. ഇത് നിങ്ങൾ നിന്നിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും വീഴില്ല. കാരണം ബിക്കോസ് യു ആർ സ്റ്റാൻഡിങ്. കിടന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും. ഓക്കെ, യോഗതന്ത്രയെ പറ്റി നമുക്ക് പിന്നീട് പറയാം, പിന്നത്തെ ക്ലാസ്സിൽ പറയാം. അങ്ങനെ ഈ ഒരു പ്രാക്ടീസുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മൈക്രോ മൂവ്മെന്റ്സ് എണ്ണിക്കൊണ്ട് നിൽക്കണം. ഇനി അഥവാ ഈ മൈക്രോ മൂവ്മെന്റ്സ് പിന്നെയും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സബ് കോൺഷ്യസ് മൈൻഡ് റിസോൾവ് കൊടുക്കണം. ദ നെക്സ്റ്റ് 5 seconds ഐ വിൽ നോട്ട്, മൈ ബോഡി വിൽ നോട്ട് മൂവ്. അത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ അതെന്ത് ചെയ്യും, ആ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ സഹായിക്കും. ഒരു 5 സെക്കൻഡിലേക്ക് ബോഡി അനങ്ങില്ല. അപ്പൊ യു ആർ എംപവറിംഗ് ദ സബ് കോൺഷ്യസ് മൈൻഡ്. അങ്ങനെ ഒരുപാട് പ്രാക്ടീസുകളൊക്കെ ഉണ്ട് ഇതിന്. ഓക്കെ, പിന്നെ കണ്ണുകൾ അടച്ചു കഴിഞ്ഞാൽ രാത്രി കണ്ണ് ഉറങ്ങുന്നത് പോലെ കണ്ണടക്കണം, ഇതുപോലെ കണ്ണടക്കണം. പക്ഷെ നിങ്ങൾ ആരും എൻ്റെ അടുത്ത് ചിലപ്പോൾ അടങ്ങില്ല. കണ്ണടച്ചു കഴിഞ്ഞാൽ കണ്ണിങ്ങനെ വടവട മുട്ടി ആയിക്കൊണ്ടിരിക്കും. അതിന്റെ മീൻസ് ദർ ഈസ് എ ഡിസ്ട്രാക്ഷൻ ഇൻ ദ മൈൻഡ്. അതാണ് മൈൻഡ് വിചാരിച്ചാലേ ഇങ്ങനെ പറ്റൂ. അതുകൊണ്ട് നമ്മളെ കണ്ണോ മൂക്കോ ശരിക്കും വെക്കുമ്പോൾ മൈൻഡ് നേരെ വരികയാണ് ചെയ്യുന്നത്. ഐ ഹോപ്പ് എവരിബഡി ഈസ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഐ എം സേയിങ്. ഓക്കെ, ഫൈൻ. സോ ദിസ് ഈസ് കായോസർഗ മെഡിറ്റേഷൻ. പിന്നീട് പറയുന്നത് സർക്കാഡിയൻ റിതം. ഈ സർക്കാഡിയൻ റിതം വളരെ ഗംഭീരമായിട്ട് രാവിലെ എഴുന്നേക്കേണ്ടതും രാത്രി ഉറങ്ങേണ്ടതും. ഒരുപാട് രാത്രി ഉറങ്ങരുത്, ഉറക്കം ഒഴിയരുത്. അത് വളരെ കുഴപ്പമാണ്. അതിങ്ങനെ ഒരുപാട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ മെലാറ്റോണിൻ സെക്രീഷൻ പോകും. ഈ മെലാറ്റോണിൻ സെക്രീഷൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാവുമെന്ന് 108ാമത്തെ നോബൽ പ്രൈസ് കിട്ടിയ ഈ 3 ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്. 24 hours ശാസ്ത്രം വിശ്വസിക്കണമല്ലോ. ജെഫ്രി സി ഹാൾ, മൈക്കൽ റോഷ് ബാഷ് ആൻഡ് മൈക്കൽ ഡബ്ല്യു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് when there is a mismatch between the internal clock. ഇന്റേണൽ ക്ലോക്ക് നമ്മൾ മെലാറ്റോണിൻ ആണ്, സൂപ്രാകാസ്മറ്റിക് ന്യൂക്ലിയസും പീനിയൽ ഗ്ലാൻഡും. ഈ മെലാറ്റോണിൻ തന്നെ ആരാണ്? സെറാറ്റോണിന്റെ വേറൊരു ആളാണ്. സെറാറ്റോണിൻ ഇൻ ദ ഡേ ടൈം ആൻഡ് മെലാറ്റോണിൻ അറ്റ് നൈറ്റ്, രണ്ടും ഒരേപോലെ. അതാണ് ഈ ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വന്നത് രണ്ടും. എന്നിട്ട് when there is a mismatch between this internal clock means the പീനിയൽ ആണ്, ജൈവ ഘടികാരം നമ്മൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ലോ. ആൻഡ് എക്സ്റ്റേണൽ സറൗണ്ടിങ്സ്. അങ്ങനെ രാവിലെ സൂര്യൻ 6 മണിക്ക് എഴുന്നേൽക്കുകയും നിങ്ങൾ 10 മണിക്ക് എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ ക്ലോക്കും എക്സ്റ്റേണൽ ക്ലോക്കും തെറ്റി. അപ്പോഴെന്താവും? ഇറ്റ് ക്യാൻ എഫക്ട് ദ ഓർഗാനിസംസ് വെൽ ബീയിങ്. ഇതിനാണ് ഈ 3 മഹാന്മാർക്ക് സമ്മാനം കൊടുത്തത്. ഇത് യോഗ മനഃശാസ്ത്രത്തിൽ എത്രയോ വർഷം മുമ്പിൽ പറയാം. പക്ഷെ അതൊക്കെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ ഒരു യോഗ അധ്യാപകനോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ആൾക്കാർ ചെയ്യുന്നവർക്കോ അത് അറിയണം. അതുകൊണ്ട് ഈ ശാസ്ത്രജ്ഞന്മാരെ അംഗീകരിച്ചേ പറ്റൂ. ഇപ്പൊ അവർ പറയാണ്, ജെഫ്രി, ദിസ് മേ എഫക്ട് ദ ഓർഗാനിസംസ് വെൽ ബീയിങ്. അത് കണക്കിന് ഒരുപാട് ലൈറ്റൊക്കെ ഇട്ട് രാത്രി കിടന്നു കഴിഞ്ഞാൽ മെറ്റാബോളിക് പ്രോസസ്സിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സ്റ്റഡിയാണിത്. പിന്നീട് നോക്കൂ, ഇതാണ് മെലാറ്റോണിൻ. ഈ മെലാറ്റോണിൻ ഈ കറുപ്പാണ് മെലാറ്റോണിൻ. ഈ രാത്രി 12 മണിക്ക് ഇത് പീക്കാണ്. ഇവിടെ നമ്മൾ കിടന്നുറങ്ങണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താവും അറിയോ? ഇതിന്റെ ഡിസ്റ്റർബ് ആകുമ്പോഴേ എഗെയിൻ സെറാറ്റോണിന്റെ അതേ അനുഭവമായിട്ട് മാറി വരുന്നത് കൊണ്ട് ഡിപ്രഷൻ ആവും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇതിങ്ങനെ ഒരുപാട് ഉറപ്പില്ലാതെ വന്ന സമയത്തും ഡിപ്രഷൻ ആവാനുള്ള ഒരു കാരണമാണ്. ഈ മഞ്ഞൾ, ഇത് സൺലൈറ്റ്, ഇത് സെറാറ്റോണിൻ. ഇവിടെ വെയിലൊക്കെ കൊള്ളണം. നിങ്ങളുടെ കുട്ടി ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. സൺലൈറ്റ് ഒക്കെയാണ് വളരെ കറക്റ്റാ. ആരാണ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സ്ലൈഡൊക്കെ ഞാൻ കണ്ടിരുന്നു. ഇറ്റ്സ് വെരി ഗുഡ്. കാരണം യുവർ ബോഡി ഷുഡ് ബി എക്സ്പോസ് ടു ദ സൺലൈറ്റ്. അപ്പൊ ഇതെന്താണ്? ഉച്ചക്ക് കിടന്ന് ഉറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഉച്ചക്ക് കിടന്ന് ഉറങ്ങില്ല വരും. ഈ സ്വഭാവങ്ങളൊക്കെ മാറ്റണം. ഓക്കെ, ഇപ്പം സെറാറ്റോണിൻ അങ്ങനെ കുഴപ്പമായി കഴിഞ്ഞാൽ, രാത്രി ഒരുപാട് കുഴപ്പമായി കഴിഞ്ഞാൽ, ഈ മെലാറ്റോണിൻ നമ്മൾ സെക്ഷൽ ഓർഗാൻസ് ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് രാത്രി 12 മണി 1 മണി ഉള്ള സ്വഭാവം. ചിലവർക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ചോദിക്കുമ്പോഴും ഈ നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവർ സച്ചിദാനന്ദ പാണ്ഡെ എന്നും പറഞ്ഞൊക്കെ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ ജീവിതം പറയണം, നമുക്ക് ചെയ്തേ പറ്റും. അവർക്ക് പല കുഴപ്പങ്ങളുണ്ടെന്നാൽ. പക്ഷെ അവിടെ എന്ത് ചെയ്യണം? രാത്രി 12 മണി 1 മണി 2 മണി കാപ്പി ചായ ഒന്നും കുടിക്കരുത്. അത് സർക്കാരിൻ ഋതം മാറ്റും. പറഞ്ഞാൽ നൈറ്റ് അത് ഡേ ആക്കി മാറ്റിക്കളയും. അത് പ്രതികൂലമായി ബാധിക്കും. അപ്പൊ ആഹാരമൊക്കെ നേരത്തെ കഴിഞ്ഞ ശേഷം അവനവന് ഡ്യൂട്ടി ചെയ്യാം. രാത്രി ചായ കീയൊന്നും കുടിച്ചു കഴിഞ്ഞാൽ ഋതം മാറിപ്പോകുമ്പോൾ അസുഖങ്ങൾ ഉണ്ടാവുന്ന അദ്ദേഹം ശാസ്ത്രങ്ങളിലൂടെ പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്.
ഇതെല്ലാം ഇതിന്റെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു പോവുക കേട്ടോ. സിന്തസിസ് ഓഫ് മെലാറ്റോണിൻ is stimulated by darkness. Okay, this is serotonin converts and its synthesis. The synthesis of serotonin is the melatonin. They are under two security guards. ഓക്കെ, പിന്നീട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യയോഗ. ഓക്കെ, സൂര്യൻ രാവിലെ നോക്കുന്നത് അത് ബ്രെയിനിന് ഏറ്റവും നല്ലതാണ്. ഇത് സൂര്യനെ നമ്മൾ ആഫ്റ്റർ ഇമേജ് എഫക്റ്റ് വരുന്ന കേട്ടോ, കണ്ണടിച്ചു കഴിഞ്ഞാൽ സൂര്യനെ വരും. ഓക്കെ, ഇത് നാസ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സുവർദിനൊക്കെ അറിയാം. സുവർദിനെ അറിഞ്ഞൂടെ? ഹിറാരത്തൻ മാനേക്കിനെ, ഡോക്ടർ സുവർദ് അറിഞ്ഞൂടെ? ആ, നിങ്ങളുടെ നാട്ടുകാരനാണ് ഇദ്ദേഹം. 100 ദിവസം വെറും വെള്ളം കുടിച്ച് ജീവിച്ചു എന്നുള്ളതാണ് സൂര്യനെ നോക്കിയിട്ട്. ഇദ്ദേഹത്തിന് ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. ഇപ്പം കഴിഞ്ഞ വർഷം മരിച്ചുപോയി ഇദ്ദേഹം. ഈ നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോടുകാരനാണ്, ഗുജറാത്തി. ഞാൻ അദ്ദേഹത്തെ കാണാനൊരു ബുദ്ധിമുട്ട് നോക്ക്. എല്ലാം എന്താ സംഭവിക്കുന്ന അറിയോ? ഈ പറയുമ്പോഴേ നമ്മൾ ഈ സൂപ്രാകാസ്മാറ്റിക് ന്യൂക്ലിയസ് ഉണ്ട് പറഞ്ഞാൽ ഈ 2 ഓപ്റ്റിക് നെർവ്സ് നടക്കുന്ന സമയത്ത് സൂപ്രാകാസ്മാറ്റിക് ന്യൂക്ലിയസ് അതിന്റെ അടുത്താണ് നമ്മുടെ ഈ പീനിയൽ ഗ്ലാൻഡ്. ഓക്കെ, ഹിപ്പോ ക്യാമ്പസ് അതിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഈ യോഗയുടെ പല പ്രാക്ടീസുകൾ ഹിപ്പോ ക്യാമ്പസിന് ഭയങ്കരമായിട്ട് പ്രാധാന്യം നൽകുന്നുണ്ട്. വെദർ ഇറ്റ് ഈസ് എ സ്റ്റെബിലിറ്റി പ്രാക്ടീസ് ഓർ art of looking in practice, whatever it is, it has an impact because അതെല്ലാം അടുത്തടുത്താണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പൊ ഇദ്ദേഹം ഒന്ന് ഈ തെറാപ്പി നമ്മൾക്ക് ഇന്റഗ്രേറ്റഡ് തെറാപ്പിയിൽ നമുക്ക് സൺ ഗേസിങ്. ഓക്കെ, ഇതെങ്ങനെ ഈ സ്റ്റഡി നാസ ഇത് ചെയ്ത ഡെനിസ് പുൽ അദ്ദേഹത്തിന്റെ പേരുണ്ട്. ഓക്കെ, പിന്നീട് കുറെ കളർ വിഷ്വലൈസേഷൻ. ഈച്ച് കളർ ഹാസ് സം സൈക്കോളജീസ്. ഇപ്പൊ റെഡ്, ഇപ്പൊ ഡിപ്രഷൻ വരുമ്പോൾ റെഡ് കളറിന്റെ ഇമേജ് നമ്മൾ കൊടുക്കണം. റെഡ് ഭയങ്കര ഇതുണ്ടാകും. കാരണം ഡിപ്രഷൻ എപ്പോഴും ഇൻട്രോവേർട്ടഡ് അല്ലേ പോവാ. അപ്പൊ റെഡിന്റെ ഇമേജ് കൊടുക്കണം. അത് എങ്ങനെ കൊടുക്കണം നമുക്കറിയണം. ഓറഞ്ച്, ഓക്കെ, അത് സെക്ഷൻ പാഷനേറ്റസ് ആണ്. ക്രിയേറ്റിവിറ്റി യെല്ലോ. ഗ്രീൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഗ്രോത്ത് ഒക്കെ വരും. ഗ്രോത്ത്, കമ്പാഷൻ ഒക്കെയാണ് ഈ ഗ്രീൻ. ഈ ലൈറ്റ് ബ്ലൂ നമ്മുടെ പ്രകൃതിയുടെ നിറം തന്നെ ഈ ബ്ലൂ ആണ്. ഈ കാണുന്ന വെളുപ്പല്ല ഇത്, ഇറ്റ് ഇസ് ബ്ലൂ. അതെന്തുകൊണ്ട് കഴിഞ്ഞാൽ എയർ ഡ്രോപ്സും വാട്ടർ ഡ്രോപ്സ് ഒക്കെ ഉള്ളിലൂടെ RBG കളർ വന്നിട്ട് ഉണ്ടാവുന്ന കളറാണ്. അതുകൊണ്ടാണ് ആകാശം നീലയായിട്ട് കാണുന്നത്. ഇങ്ങനെയുള്ള കളേഴ്സ് ഇതൊക്കെ കുണ്ടലിനി യോഗ സൈക്കോളജി, കുണ്ടലിനി യോഗ ചക്ര സൈക്കോളജിയിൽ പറയുന്നതാണ്. ഇതൊക്കെ നമ്മളെ കാളി എന്ന് പറഞ്ഞാണൊക്കെ ആർക്കിടൈപ്സ് ആണ്. ഈ സ്ക്വയർ ഈസ് എൻ ആർക്കിടൈപ്പ്. ഈ ആർക്കിടൈപ്പ് സ്ക്വയർ ഈസ് എ സ്ക്വയർ വേറെ യു ഗോ. അതാണ് തന്നെ ഈ അർത്ഥയന്ത്രൻ ക്രസന്റ് മൂൺ, ഇറ്റ് ഇസ് എൻ ആർക്കിടൈപ്പ്. ഈ ഓരോരോ ആർക്കിടൈപ്പിന് ഓരോരോ മീനിങ് ഉണ്ട്. ഇപ്പൊ ഈ റെഡ് കളർ ഉണ്ടല്ലോ, ഇതിപ്പം സ്പോർട്സ് പേഴ്സൺ ആവും. വൈറ്റ് കളർ എന്ന് പറയുമ്പോൾ പ്രീസ്റ്റ് ആവും. ഓരോന്നിനും ഓരോരോ ആർക്കിടൈപ്പൽ ഇമേജ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കണം. കാരണം എല്ലാവർക്കും നമ്മൾ ഇതിന്റെ സയന്റിഫിക് മീനിങ്സ് ഉണ്ട് ഇതിന്. അപ്പൊ ഓരോന്നിനും ഇപ്പൊ ഇത് കണ്ട ഇത് ഇൻടാക്ട് ആണ്, സെക്യൂരിറ്റി ആണ്. യു കനോട്ട് ഗോ ഔട്ട് സൈഡ്. അപ്പൊ ദർ ആർ മെനി മീനിങ്സ്. കാരണം അത് ഇപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല. അങ്ങനെ കളർ ഇങ്ങനെയുള്ള ഹോളിസ്റ്റിക് അപ്രോച്ച്. സോ ലെറ്റ് മീ കൺക്ലൂഡ് ദ ടോക്ക്. ദിസ് ഈസ് മൈ വെബ്സൈറ്റ് എക്സെട്ര. So there are many techniques we have to learn for an integrated approach. Okay, integrated approach കൂടെ മാത്രമേ നമുക്ക് എല്ലാ തരത്തിലുള്ള ആരോഗ്യവും കണ്ടുപിടിക്കാനാവും. അല്ല, കണ്ടുപിടിക്കലും മാത്രമല്ല നമുക്ക് നിയന്ത്രിക്കാനാവും. ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഇവിടെ നിർത്തുന്നതിന് മുമ്പിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നീ പോകും. എന്നാലും ഓക്കെ, ആർക്കുണ്ടോ? സർ ഒരു സംശയം ചോദിച്ചോട്ടെ. ആരേത് സ്ക്രീനിൽ വരും ഒന്നോ? ആരാണത്? പേര് പറഞ്ഞു. സർ ഇന്ദിര. സർ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോ അവിടെ നമ്മൾ ഒരു ഡോഗിനെ കാണുമ്പോൾ നമ്മൾ ഭയന്ന് ഓടണു. അപ്പൊ നമുക്ക് നമ്മുടെ ബ്രീത്ത് ഭയങ്കര സ്പീഡ് ആവണു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് ഉണ്ടാവുന്ന ഒരു സംഗതിയല്ലേ? അതെ അതെ, ഉണ്ടാവുന്നുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു 24 മണിക്കൂർ ട്രെയിൻ ലേറ്റ് ആയി കാണുമ്പോഴും നമ്മൾ അതേ ഒരു സ്പീഡി മൂവ്മെന്റിലേക്ക് നമ്മൾ വരും എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ വന്നിട്ടില്ലെങ്കിലും അതും ഒരു രോഗലക്ഷണം തന്നെയല്ലേ? ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ആർ റൈറ്റ്. കാരണം അത് പറയുന്നത് ഈ സ്ട്രെസ്സിന്റെ തിയറി തന്നെ പറയാണ്. ഈ സ്ട്രെസ് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ്? ഫൈറ്റ് ടു ഫ്ലൈറ്റിൽ മാത്രമേ ഉപയോഗിക്കേണ്ടതാണ്. പക്ഷെ ഫൈറ്റ് ടു ഫ്ലൈറ്റിലല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ വേണ്ടാതെ പല 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 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെയൊക്കെ അതേ റെസ്പോൺസ് വരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ വിഷയം ഹാസിൽസ്. ചെറിയ ചെറിയ സ്ട്രെസ്സുകൾ ഓലപ്പടങ്ങൾ ഉണ്ടാക്കും.
പക്ഷെ നമ്മൾ അതിനെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ ചെറിയ ചെറിയ സ്ട്രെസ്സുകളെല്ലാം കൂടി എന്താവും, പൊട്ടും. അതുകൊണ്ട് നമ്മൾ അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. അതിന് നമുക്ക് എന്ത് വേണം? സെൻസ് ഓഫ് കൊഹറൻസ് വേണം. നമുക്കെല്ലാം അറിയാം, പക്ഷെ നമ്മളിത് ഉപയോഗിക്കുന്നില്ല. വെരി ഗുഡ്. യെസ്. നിങ്ങളെല്ലാവരും അതേപോലെ തന്നെ. അത് കണക്കിന് ഇതിൻ്റെ ഞാനിപ്പോ തെറാപ്പിയുടെ പറഞ്ഞു, സൈക്കോ ന്യൂട്രീഷൻസിന്റെ പ്രോഗ്രാം പറഞ്ഞു. ഇതെല്ലാം മൊത്തത്തിൽ വരുമ്പോഴേ ഒരു ഇന്റഗ്രേറ്റീവ് അപ്രോച്ച് ആവും. അപ്പൊ ഇറ്റ് വർക്ക്സ്. ഇവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു CBTയും പിന്നെ ഡിപ്രഷന്റെ ഒരു സ്റ്റഡി നടത്തും. ഈ നിങ്ങൾ പലവരും നടത്തി കഴിഞ്ഞാൽ ഏതൊരു സ്റ്റഡിക്ക് ഗുണം കാണും എന്നെന്റെ മനസ്സ് പറയുന്നു. എനിക്കൊക്കെ പ്രായമൊക്കെയായി, നിങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്, അത് നിങ്ങൾ ചെയ്യാം. സാർ പറയൂ. ഒരു സംശയം ചോദിച്ചു സാറേ. സർക്കേഡിയൻ രഥത്തിന് മുമ്പേ സാർ, സർക്കേഡിയൻ രഥം എന്ന് പറയുന്നതിന് മുമ്പ് നാരായണനാണ് സാർ, നാരായണനാണ്, പയ്യന്നൂരാണ്. വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, കാണുന്നുണ്ട്, പറയൂ. പിന്നെ സർക്കേഡിയം രഥം പറയുന്നതിന് മുമ്പേ ഒരു ചൈനീസ് വാക്ക് പറഞ്ഞിരുന്നു സാർ, ചിയോ സർഗ എന്ന്, അങ്ങനെ എന്തോ ആണ്. ക്ലിയർ ആയിട്ടില്ല, ഒന്ന് അത് പറയാം. എന്താണ് അതൊരു മെഡിറ്റേഷൻ, അതൊരു മെഡിറ്റേഷൻ പ്രോഗ്രാമാണ്. കായോ സർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ നിൽക്കുക, നേരെ നിന്നിട്ട് താടി ഇതാക്കി വെച്ചിട്ട് കണ്ണടച്ച് നിൽക്കുക. നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ അനങ്ങും. നിങ്ങൾ ആ അനക്കം 1 മിനിറ്റിൽ എണ്ണണം നാളെ. എന്ന് പറഞ്ഞാൽ ശരീരം മുമ്പോട്ടും വരില്ല, പുറകോട്ടും വരില്ല, ബട്ട് ഇറ്റ് ഈസ് മൂവിങ്. യു കൗണ്ട് ദാറ്റ്. അപ്പൊ ആ കൗണ്ട് എന്ന് പറയുന്നത് ചില സമയം ബോഡിയുടെ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസത്തിന്റെ സ്റ്റെബിലിറ്റിയും ശരീരത്തിന്റെ സ്റ്റെബിലിറ്റിയും നമ്മൾ പഠിച്ചെടുക്കണം. അതിന്റെ പ്രാക്ടീസ് ആണിത്. മറ്റല്ലാതെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ. യെസ്, ടെൽ മീ. യെസ്. ഹലോ, പറയൂ. ഹലോ സർ. ആരേത് സാറേ, ഈ മേനോൻ സാർ നമ്മുടെ കന്യാകുമാരി പ്രസന്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു, പേപ്പർ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അവര് ഓക്കെ സുഹൃത്തെ, മണി 10 മണി ആവാറായി തോന്നുന്നു. അപ്പൊ പിന്നെ ഡോക്ടർ സുവർ, so your institution is, I am very happy to your institution because you have an integrative. Sir, sir, a particular stress level increase which is the endocrine system gets affected. Particular stress level increase is the endocrine system അല്ല, അത് ന്യൂറോ എൻഡോക്രൈൻ എന്ന് പറഞ്ഞാൽ നമ്മളെ അഡ്രിനൽ ഗ്ലാൻസ് ഉണ്ട്, ACTH, നോറെപ്പിനെഫ്രൈൻ, നോറെഡ്രിനൽ ഗ്ലാൻസ് ഒക്കെ ഉണ്ട്, ഹാർമോൺസ് ഒക്കെ ഉണ്ട്. അതിനാണ് ക്രമീകരിക്കപ്പെടുന്നത്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ബോഡീനെ സ്ട്രെങ്ത് ആക്കണമല്ലോ. പട്ടി വന്ന ഓടണമെന്നുണ്ടെങ്കിൽ ഉത്പാദിക്കപ്പെടാണ്ട് ഓടാൻ പറ്റില്ല, അല്ലെങ്കിൽ പട്ടി കടിക്കും. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എഫക്ട് ആവില്ലേ? വരുമ്പോ നിങ്ങൾ ഓടും, ഞാൻ നിങ്ങളെക്കാൾ സ്പീഡിൽ ഓടിയതും വരും. അത് വേറെ കാര്യം. അത് അഡ്രിനാലിൻ, നോറെപ്പിനെഫ്രൈൻ എന്നൊക്കെയാണ് അതിന് പറയാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എഫക്ട് ആവില്ലേ? അല്ല, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് ദ മാസ്റ്റർ ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് അതാണ് ഇത് കൊടുക്കുന്നത്. കാരണം ഇറ്റ് ആസ്ക് ടു ദ ACTH അല്ലെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡ് ടു പ്രൊഡ്യൂസ് അഡ്രീനോകോർട്ടിക്കോട്രോപിക് ഹാർമോൺ എന്നതിന് പറയാം. ഈ അഡ്രീനോകോർട്ടിക്കോ ഹാർമോൺ അഡ്രിനൽ മെഡുല ആൻഡ് അഡ്രിനൽ കോർട്ടെക്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് പോയിട്ട് ചില ഹാർമോൺസ് ഉണ്ട്. ഈ ഹാർമോൺസിന്റെ പേരാണ്. കാരണം until and unless an instruction comes from pituitary gland, before that an instruction must come from the hypothalamus. Otherwise it cannot do. So everything is connected. Right. Yes. Thank you sir. What a nice excellent. അല്ല, ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും ബഹുമാനിച്ചുകൊണ്ടാണ് പറഞ്ഞത്. സൈക്കോളജി പലവർക്കും ഇവിടുത്തെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സൈക്കോളജി പഠിച്ചവർക്കും യോഗയെ കുറിച്ച് അറിഞ്ഞൂടാ. ഞാൻ പറയുന്നില്ല, തെറ്റിദ്ധരിക്കരുത്. യോഗ പഠിച്ചവർക്ക് സൈക്കോളജി അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ പലതും കേട്ടിട്ടുണ്ട്. ഡീപ് ബ്രീത്തിങ് ഒരിക്കലും ചെയ്യരുത്. ഡീപ് ബ്രീത്തിങ് മീൻ എങ്ങനെ സ്ട്രെസ് നേരിയാവും? വളരെ പതുക്കെ ശ്വാസം എടുക്കണം. അതിന് യോഗയിൽ പൂരകം എന്നാണ് പറയാ. എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ മുഴുക്കൽ ഒരു അബ്ഡോമിനൽ റീജിയൻ പൊങ്ങി സൈമൾട്ടേനിയസ്ലി തൊറാസിക്കും കൂടെ പോകണം. അതാണ് ഈ തൊറാസിക് ബ്രീത്തിങ് പാറ്റേൺ ഡോക്ടർ എലൻ നീക്കി കഴിഞ്ഞിട്ട് ഹി ജസ്റ്റ് ചേഞ്ച് ദ തൊറാസിക് ബ്രീത്തിങ് ടു ദ അബ്ഡോമിനൽ ബ്രീത്തിങ്. ആൻഡ് വാട്ട് ഹാപ്പൻ? The vagus nerve activation happens. അത് നെർവസ് സിസ്റ്റത്തിൽ വരുന്നതല്ലേ. എമ്മാതിരി കാര്യങ്ങളാണ് നമുക്ക് സയൻസ് ആയ കാര്യങ്ങൾ.
എനിഹൗ എനിക്ക് തോന്നുന്നു നിർത്താൻ തോന്നുന്നു അല്ലേ സുഹൃത്തെ? 10 മണിയാവാറായി. അടുത്ത ലെക്ചർ ഒക്കെ കാരണം ഐ ആം വെൽ വിത്ത് ദിസ് ഇന്റഗ്രേറ്റഡ് കൗൺസിലിംഗ് സെന്റർ ഓഫ് സുഹൃത്ത് ആൻഡ് ഈസ് മൈ ഗ്രേറ്റ് ഫ്രണ്ട് and I will be always with him because he is a person promoting for the integrated approach. So I will be always with him, and I think that he may decide. So more members joined today, and we are very happy. Okay, and forgive me because I was not able to talk purely in English because even the talk is in Malayalam. So yes. Yeah, Padmanabhan sir. Yes, for you. ഞാൻ യൂണിവേഴ്സിറ്റി കാലിക്കറ്റിൽ ഉണ്ടായപ്പോ ബേബി സാർ ഉണ്ടായിരുന്നു, അടുത്ത ഞങ്ങളെ തൊട്ട ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. Yes, Dr. Hemjit Krishnan, and he also studied in Calicut University, and they are all a very part and parcel of yoga psychology. They are all in Bombay. Hemjit Balakrishnan. So you have a very good population today, very good listeners today, Dr. Suvar. The moment we came to know it is you, no, we decided come whatever, we will be there. Yes. Thank you, sir. Very much enriched. Yes. So this time mental focus is given to the yoga system. So anyhow, the content, the talk of the today is promoting both the yoga psychology and the modern psychology. And if you go to according to the modern psychology, we will not get the more result because every psychological system is expounded and propounded and originated in their concept, and that is different. And our concept is something different. Our religious concept is something different. Our cultural sensitivity is something different that we should know when you do the counseling, whatever it is. So anyhow, I have yoga Vasishtha lecture attended, sir. Yoga Vasishtha lecture. Dr. Sriram Agashe, the member of Vivekananda Center. Okay, so that we'll talk about. So the psychologist, again, I am very grateful to all the psychologist students, and they are very young ladies. And I very appreciate them because again I take the opportunity to appreciate you because only through a pure motivation and insight from Dr. Suvar, you bravely came forward with the dice, maybe the online dice, the platform, and I appreciate you all once again. And I am very much because I never heard any psychological association have never come forward to talk about neurotransmitters. So when we do, so let me talk in English for 1 minute. So when you talk about the neurotransmitters, they are responsible for our behavior, attitude, and sometimes its overactivation and underactivation cause mental disorders. And some serotonin like that, dopamine, etc. If it is more and less, and ADHD, schizophrenia, and depression, it is because of that cause. So I made an attempt how we can keep a homeostasis upon this. Homeostasis we need. So for that we have the sense of coherence. So whenever do you make it yoga counseling or psychological counseling, you give the psychoeducation and health education, and you have to show the great Oshinori Oshomi, the great physiologist who got Nobel Prize for the intermittent fasting, and Roshbash, Michael Roshbash, and they said that the deviation, any changes you do with the melatonin. Okay, and if you try you continuously work for 1 or 2, and that is what is happening. The people working in the this one, then എന്ത് കമ്പനിയാണ് കമ്പ്യൂട്ടറിന്റെ പറയാ കമ്പ്യൂട്ടർ ചെയ്യുന്നതിന്റെ ഇൻഫോസിസ് ഒക്കെ, what is that? IT. Work from home. ഇതിന്റെ പറയാതെ എന്ത് കമ്പനിയാണ്? IT companies. IT companies. They don't care about it. They know the science, but still they work. But what happens? Yes, this is what happened. So melatonin, it is a synthesis of serotonin. That is why serotonin is not perfectly neurotransmitter. It is neuroendocrine because neuroendocrine transmits this one. So it does many fine functions. So I have prepared a diet therapy only for the serotonin. Like you be able to make a diet therapy, then cognitive, whatever the therapy and what is the interventions and what is the behavioral intervention, you make it and you prepare a study, sir, Dr. Suvar. You will please prepare a study. And sometimes our study will definitely win, no doubt. So anyhow, I am very thankful to ICP, okay, and all the students and all the participants.
So even in the late time, and most of the people, more than 100 people joined today, it is, of course, it is not because of me. It is because of the knowledge we gained through our practices and knowledges. And that knowledge will definitely help you to improve you, to motivate you, and that will incite you to do good things in the future. Once again, I open my heartiest congratulations to all the students, all the participants who invited me, especially to the ICP. Thank you very much for today. Over to Suvarta. Thank you, sir. Okay. So, ഏകദേശം 8 മണി മുതലാണ് നമ്മൾ ആരംഭിച്ചത്. 8 മണി മുതൽ ഇപ്പോ 10 മണിയായി. ഈ 10 മണി ആവുമ്പോഴും നമ്മൾക്ക് ഒരു മോർ ദാൻ 70+ പാർട്ടിസിപ്പൻസ് സ്റ്റിൽ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അത് നമ്മൾ എടുത്ത് കാണിക്കുന്നു ഹൗ മച്ച് ബെനിഫിഷ്യൽ, എത്രമാത്രം നല്ലതാണ് നമ്മുടെ സെഷൻ എന്ന്. അതുപോലെ തന്നെ ഈ ഒരു സെഷനിൽ അറ്റ്ലീസ്റ്റ് ഒരു 2-3 ആളെങ്കിലും ബേബി സാറെ പറഞ്ഞതിൽ വളരെ സന്തോഷം. ബേബി സാർ എന്നൊക്കെ പറയുമ്പോൾ എന്റെയൊക്കെ ഒരു ഗോഡ് ഫാദർ ആയിട്ട് ഉള്ള ഒരാളാണ്. എന്നെയൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ്. ഇപ്പൊ ബേബി സാറിന്റെ സൈക്കോ ന്യൂട്രീഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ തന്നെ അതേപോലെ തന്നെ സാർ ഒരു ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന പദം ഒരുപാട് തവണ ഉപയോഗിച്ചു. ഇപ്പോൾ ബീങ് എ സൈക്കോളജിസ്റ്റ് എത്രമാത്രം നമ്മളുടെ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ക്ലയന്റിൽ ഒരു സ്പീഡി റിക്കവറൻസിനുള്ള ചാൻസ് എന്നുള്ളത് കഴിഞ്ഞ ഒരു ഞാനിപ്പോൾ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസ് ആരംഭിച്ചിട്ട് ഒരു 12+ years ആയി. ഈ 12 വർഷത്തിലധികമായി ഞാൻ ചെയ്യുന്ന ഒരു കാര്യവും ഈ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് തന്നെയാണ്. അപ്പോൾ ഇതിലൂടെ ബേബി സാറിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ ഞാൻ കണ്ടും കേട്ടും വായിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് കേൾക്കുന്ന സമയത്ത് അത് വളരെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഇപ്പോൾ ഹേംജിത്ത് സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ വളരെ സന്തോഷം. സാറൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നാണെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷം. ഐ എം ആൾസോ അൻ അലുമിനസ് ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഒരേ ടാപ്പ് റൂട്ടിൽ നിന്ന് വന്ന ആളുകളെ ഇങ്ങനെ രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്ന് കാണുമ്പോൾ വളരെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് for attending this session, sir. And I am also extending my heartiest gratitude towards Padmanabhan sir and all the each and every participants who attended this seminar, students community, from teachers community and all other professional community. I extend my gratitude on behalf of ICCP and on myself. During the late time നിങ്ങൾ എല്ലാവരും ഇതിൽ അറ്റൻഡ് ചെയ്തതിൽ വളരെ 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 സന്തോഷം. ഈ ഒരു വെബിനാർ സീരീസ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇറ്റ് വാസ് എ ഗ്രേറ്റ് സക്സസ്. കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു രാജ്യത്തിന്റെ തന്നെ ഒരു ക്രോസ് സെക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ 100 പേരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ലൈവ് സ്ട്രീമിംഗ് കാണുന്ന ആളുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള സാമ്പിൾസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അത് തന്നെയാണ് ഈ ഒരു ടോപ്പിക്കിന്റെ എത്രമാത്രം ടോപ്പിക് ഇമ്പോർട്ടൻറ്റ് നൗവേഡേയ്സ്, എത്രമാത്രം ഈ ടോപ്പിക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതും അതൊക്കെ നമുക്ക് തോന്നുന്നതാണ്. എന്തായാലും ഇങ്ങനെ ഒരു സമയത്തും നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. തുടർന്നും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്യാം. ICCPയുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് തന്നെ ഹെൽത്തി മൈൻഡ് ലിമിറ്റ്ലെസ് യു എന്നാണ്. ആരോഗ്യമുള്ള മനസ്സ്, പരിധികളില്ലാത്ത നിങ്ങൾ. അപ്പോൾ അതേ ഒരു ആപ്തവാക്യം നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഒക്കെ ഐഡിയാസ്, എൻ്റെ ഫോൺ നമ്പർ ഇപ്പോൾ നിങ്ങൾ പത്മനാഭൻ സാറിൽ നിന്ന് കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ എൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എൻ്റെ ഫോൺ നമ്പർ കിട്ടും. അപ്പൊ നിങ്ങൾക്കൊക്കെ ഇതുപോലെയുള്ള ഐഡിയാസ്, എനിക്കറിയാം നിങ്ങളെല്ലാവരും നിങ്ങളുടെ മേഖലയിൽ എക്സ്പേർട്ടുകളാണെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങളെ എക്സ്പെർട്ടൻസി ആക്ച്വലി നമുക്കൊക്കെ ആവശ്യമുണ്ട്. അത് കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും വേണ്ടി ഒരു വലിയൊരു പോപ്പുലേഷൻ തന്നെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഇതുപോലെയുള്ള എക്സ്പെർട്ടൻസി ഉണ്ടെങ്കിൽ പ്ലീസ് കണക്ട് വിത്ത് മീ. ആൻഡ് ഇതുപോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ തയ്യാറാക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾക്ക് ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ ചെയ്യാം. എന്റെ നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, 9847921196. വൺസ് അഗെയിൻ 9847921196. Okay, so thank you so much and good night all. Now you can leave the session. Thank you. Thank you, sir. Okay, thank you. Okay. Thank you, sir. Thank you, sir. Padmanabhan sir, it's a wonderful session. Wonderful session, sir.
Okay, okay, sir. Next session, please inform us. Next session സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് yes, yes. പറഞ്ഞിട്ട് അത് സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. Yeah. Okay. Thank you. Thank you, sir.